Hi dears, welcome to Edream BCom online class. Today we are continuing Unit 17 Joint Venture Account. Joint Venture Account അക്കൗണ്ടിങ് മെത്തേഡ്സിൽ 4 രീതികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് വിത്ത് സിംഗിൾ കോവെഞ്ചറർ ഓൺലി. ആൻഡ് സെക്കൻഡ് മെത്തേഡ് ഇസ് റെക്കോർഡിംഗ് ഇൻ ദ ബുക്സ് ഓഫ് ആൾ കോവെഞ്ചറേഴ്സ്. ഈ സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ കോവെഞ്ചറേഴ്സും എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും, മറ്റുള്ള കോവെഞ്ചറേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ട്സും എല്ലാ കോവെഞ്ചറേഴ്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡിൻ്റെ എൻഡിൽ വരുമ്പോൾ എല്ലാ കോവെഞ്ചറേഴ്സിൻ്റെ കയ്യിലും ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ കോവെഞ്ചററും മറ്റുള്ള കോവെഞ്ചറേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഈ രീതിയിലാണ് രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് മെത്തേഡിൽ ഒരേ ഒരു കോവെഞ്ചറർ മാത്രമാണ് ഫുൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നത്. അതിനുള്ള ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൽ വെസ്റ്റഡ് ആയിരുന്നു. അതിന് ചിലപ്പോൾ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ കൊടുത്തിരുന്നത് നമ്മൾ ജേണൽ എൻട്രി എഴുതിയൊക്കെ പഠിച്ചതാണ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാ കോവെഞ്ചറേഴ്സും എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്സിൽ 4 കോവെഞ്ചറർ ഉണ്ടെങ്കിൽ 4 ആളുടെ അടുത്തും ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് അദ്ദേഹം ബാക്കിയുള്ള 3 പേരുടെ പേഴ്സണൽ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ആൾ ട്രാൻസാക്ഷൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ആൾ കോവെഞ്ചറേഴ്സ്. എന്ത് ചെയ്യണം? എല്ലാവരും എല്ലാ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ പരസ്പരം പറയണം. ഏതെങ്കിലും ഒരാളോട് മാത്രം പറഞ്ഞാൽ പോരാ, എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ കോവെഞ്ചറേഴ്സിനും അറിയണം. അപ്പോൾ മാത്രമേ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഡാറ്റ റെക്കോർഡ് ചെയ്ത് വെക്കാൻ കഴിയുകയുള്ളൂ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇല്ലുസ്ട്രേഷൻ 3 ആണ്. അരവിന്ദ് ആൻഡ് ബബ്ലു entered into a joint venture account agreeing to share profits and losses equally. അരവിന്ദും ബബ്ലുവും കൂടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ അഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അതിൽ അവരെന്താ പറയുന്നത്? പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി, ലാഭമോ നഷ്ടമോ ഉണ്ടാവുകയാണെങ്കിൽ രണ്ടുപേരും തുല്യമായി വീതിച്ചെടുക്കാം എന്ന് പറഞ്ഞ് അതിനെ അടിസ്ഥാനമാക്കിയാണ് അവർ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് വെഞ്ചർ. ആ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് വെഞ്ചറിൽ ആ സമയത്ത് ഉണ്ടായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അരവിന്ദ് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 2550. 2550 രൂപയുടെ ഗുഡ്സ് അരവിന്ദാണ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളത്. ബബ്ലു ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 7000. 7000 രൂപയുടെ ഗുഡ്സ് ബബ്ലു പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അരവിന്ദ് പെയ്ഡ് സ്റ്റോറേജ് ചാർജസ് റുപ്പീസ് 500 റുപ്പീസ് സ്റ്റോറേജ് എക്സ്പെൻസിന് വേണ്ടി അരവിന്ദാണ് കൊടുത്തിട്ടുള്ളത്. ബബ്ലു പെയ്ഡ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് 800. ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസിൻ്റെ പൈസ ബബ്ലു ആണ് 800 രൂപ കൊടുത്തിട്ടുള്ളത്. ബബ്ലു സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 7000. 7000 രൂപയുടെ സെയിൽസ് ബബ്ലു നടത്തിയിട്ടുണ്ട്. ബബ്ലു റിസീവ്ഡ് 3% കമ്മീഷൻ ഓൺ സെയിൽസ് റുപ്പീസ് 210. 210 രൂപ, അതായത് സെയിൽസിൻ്റെ 7000 അല്ലേ സെയിൽസ് പറഞ്ഞത്, അതിൻ്റെ 3% കമ്മീഷൻ ബബ്ലുവിന് കിട്ടിയിട്ടുണ്ട്. ദെൻ സെയിൽസ് മെയ്ഡ് ബൈ അരവിന്ദ് റുപ്പീസ് 5000. 5000 രൂപ അരവിന്ദ് സെയിൽസ് നടത്തിയിട്ടുണ്ട്. കമ്മീഷൻ പേയബിൾ ടു അരവിന്ദ് റുപ്പീസ് 150. അപ്പോൾ 5000ൻ്റെ 3% 150 രൂപ കമ്മീഷൻ ആർക്ക് അർഹതപ്പെട്ടതാണ്? നമ്മളുടെ അരവിന്ദിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കണം. ബബ്ലു ടുക്ക് ഓവർ ദ അൺസോൾഡ് സ്റ്റോക്ക് 560. അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക്, അൺസോൾഡ് സ്റ്റോക്ക് 560 രൂപയുടെ സ്റ്റോക്ക് ആരെ ഏറ്റെടുത്തു? ബബ്ലു ഏറ്റെടുത്തു. Prepare the necessary ledger accounts in the books of Arvind and Bablu, assuming that the accounts are finally settled between them. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അരവിന്ദിൻ്റെ ബുക്കിലുള്ള ലെഡ്ജർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം, ബബ്ലുവിൻ്റെ ബുക്കിലുള്ള ലെഡ്ജർ അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യണം. ഏത് അസംഷനിലാണ്? വെഞ്ചർ പീരിയഡിൻ്റെ എൻഡിൽ അവർ പരസ്പരം അക്കൗണ്ടുകൾ സെറ്റിൽ ചെയ്തു എന്നുള്ള അസംഷനിൽ വേണം നിങ്ങൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 2 പേരുടെയും ബുക്സിലുള്ള ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അരവിന്ദിൻ്റെ ബുക്കിലുള്ളതും വേണം, ബബ്ലുവിൻ്റെ ബുക്കിലുള്ളതും വേണം.
അരവിന്ദിന്റെ ബുക്കിലുള്ളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, പിന്നെ ബബ്ലുവിന്റെ പേഴ്സണൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അരവിന്ദിന്റെ ബുക്കിലാണെങ്കിൽ അദ്ദേഹം പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ടു ക്യാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അതല്ല സെയിൽസ് ഒക്കെ റിസീവ് ചെയ്യുമ്പോൾ ബൈ സെയിൽസ് എന്നുള്ള രീതിയിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിലും എഴുതും. പക്ഷേ ബബ്ലു പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ ടു ക്യാഷ് എന്നല്ല ഇത് ടു ബബ്ലു എന്നാണ് എഴുതുന്നത്. അരവിന്ദിന്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ബബ്ലു നൽകുന്ന പേയ്മെന്റുകളെല്ലാം നമ്മൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ടു ബബ്ലൂസ് അക്കൗണ്ട് എന്ന് പറഞ്ഞെഴുതും. അതേപോലെ ബബ്ലു സെയിൽസ് നടത്തി നമ്മൾക്ക് പൈസ കിട്ടുകയാണെങ്കിൽ ബൈ ബബ്ലു എന്ന് പറഞ്ഞെഴുതും. സെയിൽസ് അരവിന്ദൻ നടത്തുമ്പോൾ നമ്മൾ ബൈ ക്യാഷ് എന്നാണ് എഴുതുന്നത്. പക്ഷെ ബബ്ലു സെയിൽസ് നടത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞെഴുതും? ബൈ ബബ്ലു. അതേപോലെ സ്റ്റോക്ക് അദ്ദേഹം ഏറ്റെടുക്കുമ്പോഴും ബൈ ബബ്ലു എന്ന് പറഞ്ഞാണ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി ബബ്ലുവിൻ്റെ ബുക്കിലാണെങ്കിൽ നേരെ തിരിച്ചും അദ്ദേഹം ചെയ്യുന്നതൊക്കെ ടു ക്യാഷ് ബൈ ക്യാഷ് എന്നൊക്കെ പറഞ്ഞ് എഴുതുക, അരവിന്ദൻ കൊടുക്കുന്ന പേയ്മെൻറ്റിനൊക്കെ ടു അരവിന്ദ് എന്ന് പറഞ്ഞ് എഴുതാം. ആ ഒരു വ്യത്യാസം മാത്രമേ ശ്രദ്ധിക്കാനാണ്. സോ നമ്മൾക്ക് ആദ്യം അരവിന്ദിൻ്റെ ലെഡ്ജർ ബുക്സിലുള്ള അക്കൗണ്ട്സ് നോക്കാം. ഇൻ ദ റെക്കോർഡ്സ് ഓഫ് അരവിന്ദിൻ്റെ ബുക്കിൽ 2 അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടും ബബ്ലൂസ് അക്കൗണ്ടും. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ ജോയിൻറ്റ് വെഞ്ചറുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ എക്സ്പെൻസുകളും ഇൻകവും ഒക്കെ എഴുതും. എന്നിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കും. എന്താണെങ്കിലും 2 പേരും ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതേപോലെ ബബ്ലുവിൻ്റെ അക്കൗണ്ടിൽ ബബ്ലു നടത്തിയ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഷെയർ ഓഫ് ഇൻകം എത്രയാണ്, അദ്ദേഹത്തിന് എത്ര രൂപ അവസാനം ഇനി കൊടുക്കാനുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് ബബ്ലുവിൻ്റെ അക്കൗണ്ടിലാണ്. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് നോക്കാം. ശ്രദ്ധിക്കേണ്ടത് അരവിന്ദിൻ്റെ അക്കൗണ്ടിൽ എഴുതുന്ന സമയത്ത് അരവിന്ദ് നടത്തുന്ന പേയ്മെൻറ്റുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട്, അരവിന്ദിൻ്റെ ലഭിക്കുന്ന റവന്യൂ സെയിൽസ് റവന്യൂ ഒക്കെ ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. ബബ്ലു ചെയ്യുന്നതെല്ലാം ടു ബബ്ലു ബൈ ബബ്ലു എന്ന് പറഞ്ഞ് എഴുതാം. അത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കുക. അരവിന്ദ് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2550. 2550 രൂപയ്ക്കുള്ള ഗുഡ്സ് ആര് വാങ്ങിച്ചു? അരവിന്ദ് വാങ്ങിച്ചു. അപ്പോൾ അരവിന്ദിൻ്റെ അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ അരവിന്ദ് എങ്ങനെ എഴുതുക? പർച്ചേസസ് ആണ് അല്ലേ? അപ്പോൾ അതിന് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതുക ഫസ്റ്റ് ട്രാൻസാക്ഷൻ ടു ക്യാഷ് അക്കൗണ്ട്. എമൗണ്ട് കോളത്തിൽ 2550. അപ്പോൾ അരവിന്ദ് നടത്തിയ പേയ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് എഴുതി. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. ബബ്ലു ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ്. ബബ്ലു വാങ്ങിച്ചിട്ടുണ്ട്. എത്ര രൂപയ്ക്കാണ്? 7000, 7000 രൂപയ്ക്ക്. അപ്പോൾ നമ്മളല്ല ക്യാഷ് കൊടുത്തത്, ബബ്ലു ആണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് എഴുതണം? ടു ബബ്ലു, ടു ബബ്ലൂസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക പർച്ചേസസ്, എമൗണ്ട് എത്രയാണ്? 7000. സോ ഡബിൾ എൻട്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ടു ബബ്ലൂസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ബബ്ലുവിൻ്റെ അക്കൗണ്ടിൽ എന്ത് പറഞ്ഞ് എഴുതാം? ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ബബ്ലൂസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ബൈ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. എമൗണ്ട് 7000. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കാണിക്കുക പർച്ചേസസ്, ഗുഡ്സ് പർച്ചേസ് ചെയ്ത്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. അരവിന്ദ് പെയ്ഡ് സ്റ്റോറേജ് ചാർജസ് 500. 500 രൂപ സ്റ്റോറേജ് ചാർജ് ആരടച്ചിട്ടുണ്ട്? അരവിന്ദ് അടച്ചിട്ടുണ്ട്. അപ്പോൾ അരവിന്ദാണ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഡെബിറ്റ് സൈഡിൽ എഴുതുക ടു ക്യാഷ്. ബ്രാക്കറ്റിൽ കാണിക്കുക സ്റ്റോറേജ് എക്സ്പെൻസ്. സ്റ്റോറേജ് എക്സ്പെൻസ് എമൗണ്ട് എത്രയാണ്? 500 rupees ആണ്. അപ്പോൾ ഡെബിറ്റ് കോളത്തിൽ എഴുതാം 500. അപ്പോൾ അരവിന്ദ് ആവുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കുക. ബബ്ലു പെയ്ഡ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് 800. 800 രൂപ ആര് കൊടുത്തിട്ടുണ്ട്? ഫ്രൈറ്റ് ചാർജിനും ഇൻഷുറൻസ് ചാർജിനും ബബ്ലു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബബ്ലു ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബബ്ലൂസ് അക്കൗണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം ടു ബബ്ലൂസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്, എമൗണ്ട് 800. അപ്പോൾ 800 രൂപ അയാൾ
എക്സ്പെൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് എൻട്രി ഇവിടെ ബബ്ലുവിന്റെ അക്കൗണ്ടിൽ എഴുതാം ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക ഫ്ലൈറ്റ് ആൻഡ് ഇൻഷുറൻസ് എക്സ്പെൻസ് എമൗണ്ട് 800. അപ്പൊ ബബ്ലു കൊടുത്തത് നമ്മൾ ബബ്ലൂസ് അക്കൗണ്ടിൽ എഴുതി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ നോക്കി നോക്കൂ. ബബ്ലു സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ക്യാഷിന് ബബ്ലു എത്ര രൂപയ്ക്ക് വിറ്റു? 7000 രൂപയ്ക്ക്. അപ്പൊ അരവിന്ദനാണ് വിറ്റതെങ്കിൽ നമുക്ക് ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. പക്ഷെ ഇവിടെ ബബ്ലു ആണ്. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതാം ബൈ ബബ്ലൂസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക സെയിൽസ് എത്ര രൂപയാണ്? 7000. അപ്പൊ 7000 റുപ്പീസിന് സെയിൽസ് ബൈ ബബ്ലു. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് എൻട്രി ഇവിടെ എഴുതാം ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക സെയിൽസ് എമൗണ്ട് 7000. അപ്പൊ ബബ്ലു 7000ന്റെ സെയിൽസ് നടത്തി. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കൂ. ബബ്ലു റിസീവ്ഡ് 3% കമ്മീഷൻ ഓൺ സെയിൽസ് 210. 210 രൂപ നമ്മൾ ആർക്ക് കൊടുക്കണം? ബബ്ലുവിന് കൊടുക്കണം. എക്സ്പെൻസ് ആണ്. അപ്പൊ ഇവിടെ എഴുതാം ടു ബബ്ലു. ബബ്ലൂസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക കമ്മീഷൻ 210. അപ്പൊ ബബ്ലൂസ് അക്കൗണ്ടിൽ എഴുതാം ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് 210. ബ്രാക്കറ്റിൽ കാണിക്കുക കമ്മീഷൻ. ബബ്ലുവിന് 210 രൂപ സെയിൽസിന്റെ കമ്മീഷൻ ലഭിക്കാനുണ്ട്. ഇനി അടുത്തത് ഏതാ? സെയിൽസ് മെയ്ഡ് ബൈ അരവിന്ദ്. അരവിന്ദ് ആണ് ക്യാഷ് സെയിൽസ് നടത്തിയിരുന്നത്. അപ്പൊ സെയിൽസിലൂടെ ക്യാഷ് കിട്ടി. അപ്പൊ ജോയിന്റ് വെഞ്ചറിൽ അരവിന്ദ് ആണ് നടത്തിയിട്ടുള്ളതെങ്കിൽ ബൈ ക്യാഷ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാൻ പറഞ്ഞു. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതാം ബൈ ക്യാഷ് ബ്രാക്കറ്റില് സെയിൽസ്. എത്ര രൂപയുടെ സെയിൽസ് അരവിന്ദ് നടത്തിയിട്ടുള്ളത്? 5000. അപ്പൊ 5000 രൂപയുടെ സെയിൽസ് അരവിന്ദ് നടത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്താ? കമ്മീഷൻ പേയബിൾ ടു അരവിന്ദ്. അരവിന്ദിന് എത്ര രൂപ കമ്മീഷൻ കൊടുക്കണം? 150. അപ്പൊ ഇവിടെ ബബ്ലുവിന്റെ കമ്മീഷൻ വന്നപ്പോൾ നമ്മൾ ബബ്ലൂസ് അക്കൗണ്ട് എന്നാണ് എഴുതിയത്. ഇവിടെ അരവിന്ദന് അങ്ങനെയല്ല, കമ്മീഷൻ ജോയിന്റ് വെഞ്ചറിൽ കമ്മീഷൻ കിട്ടിയതാണ്. അപ്പൊ നമ്മൾ ടു കമ്മീഷൻ. സ്വന്തം കമ്മീഷൻ ആയതുകൊണ്ട് അങ്ങനെ എഴുതുക. എമൗണ്ട് എത്രയാണ്? 150. ഇനി ഏതാ ട്രാൻസാക്ഷൻ? ബബ്ലു ടുക്ക് ഓവർ ദ അൺസോൾഡ് സ്റ്റോക്ക് 560 രൂപ. 560 രൂപയുടെ അൺസോൾഡ് സ്റ്റോക്ക് ആരാണ് ഏറ്റെടുത്തത്? ബബ്ലു. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതാം ബൈ ബബ്ലൂസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക സ്റ്റോക്ക് ടേക്കൺ ഓവർ. എത്ര രൂപയാണ്? 560. എമൗണ്ട് എഴുതുക 560. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എൻട്രി ബബ്ലുവിന്റെ അക്കൗണ്ടിൽ എഴുതുക ടു ജോയിന്റ് വെഞ്ചർ. ബ്രാക്കറ്റിൽ കാണിക്കുക സ്റ്റോക്ക് എത്ര രൂപയുടെയാണ്? 560. അപ്പൊ ബബ്ലുവിന്റെ അക്കൗണ്ടിൽ നമ്മൾ സ്റ്റോക്ക് ഏറ്റെടുത്തതും എഴുതി. അപ്പൊ നോക്കി നോക്കൂ, ബബ്ലുവിന്റെ അക്കൗണ്ടിൽ സെയിൽസ് എഴുതി, പർച്ചേസസ് എഴുതി, ഇൻഷുറൻസ് എക്സ്പെൻസ് എഴുതി, കമ്മീഷൻ എഴുതി, സ്റ്റോക്ക് ഏറ്റെടുത്തതും എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആദ്യം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ദെൻ അതിന്റെ ബാലൻസ് എമൗണ്ട് 2 പേർക്കിടയിലും തുല്യമായി വീതിക്കണം. അപ്പൊ അതൊന്നൊരു ഷെയർ ബബ്ലുവിന് കിട്ടില്ലേ? ആ ഷെയർ കൂടി ബബ്ലുവിന്റെ അക്കൗണ്ടിൽ എഴുതി വേണം ബബ്ലുവിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. 2 സൈഡും ടോട്ടൽ ചെയ്യാം 12560. ബാലൻസ് എത്രയാണെന്ന് നോക്കാം. 1400 രൂപയാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. അത് പ്രോഫിറ്റ് ആണ്. അത് ഇവരുടെ 2 പേരുടെയും അക്കൗണ്ടിലേക്ക് ഈക്വൽ ആയി ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എഴുതാം ടു പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു. പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു സ്വന്തം ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്.
ബബ്ലുവിൻ്റെ ഷെയർ ബബ്ലുവിൻ്റെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ ആദ്യം സ്വന്തം ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 50% അല്ലേ, പകുതിയാണ്. അപ്പോൾ 1400 പകുതി എന്ന് പറയുന്നത് 700 രൂപ. ദെൻ രണ്ടാമത് ആർക്കാണ്? ടു ബബ്ലൂസ് അക്കൗണ്ട് 700 രൂപ. അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക 50-50 ഈക്വലി ആണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ 1400 രൂപ രണ്ടുപേർക്കും ട്രാൻസ്ഫർ ചെയ്തപ്പോൾ 700. അപ്പൊ ജോയിന്റ് വെഞ്ചറിൽ ടു ബബ്ലൂസ് അക്കൗണ്ട് വന്നു. അപ്പൊ ബബ്ലൂസ് അക്കൗണ്ടിൽ എഴുതുക ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് 700 രൂപ ബ്രാക്കറ്റിൽ കാണിക്കുക പ്രോഫിറ്റ് ഷെയർ. ഇനി ബബ്ലുവിന്റെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. അദ്ദേഹത്തിന് വല്ലതും അങ്ങോട്ട് കൊടുക്കാനുണ്ടോ അതോ അദ്ദേഹം ഇങ്ങോട്ട് ജോയിന്റ് വെഞ്ചറിലേക്ക് എന്തെങ്കിലും തരാനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ബബ്ലുവിന്റെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. അക്കൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 8710 ആണ്. അപ്പൊ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത് 1150 രൂപ. അതിൻ്റെ നേർക്ക്, അതായത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പെൻഡിങ് എമൗണ്ട് ആണ്, അത് അവർ തമ്മിൽ സെറ്റിൽ ചെയ്യുന്നു എന്നാണ് നമ്മൾ എഴുതിയത്. അപ്പൊ ഇവിടെ എഴുതുക ടു ക്യാഷ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ കാണിക്കുക ബാലൻസ് ഡ്യൂലി പെയ്ഡ്. കൊടുക്കാനുള്ളത് കൊടുത്തു, ക്യാഷായി കൊടുത്തു. അങ്ങനെ ബബ്ലൂസിന്റെ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഇങ്ങനെയാണ് അരവിന്ദിന്റെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. സോ നമ്മൾ അരവിന്ദിന്റെ ബുക്കിലുള്ള അക്കൗണ്ട്സ് ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അരവിന്ദ് ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2550 രൂപയാണ്. നമ്മൾ ആ 2550 രൂപ വെച്ചാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നമ്മൾക്ക് ബാലൻസ് ലഭിക്കുന്നത് 1400 ആയിരിക്കില്ല, 1350 ആയിരിക്കും. അപ്പോൾ 1350 എന്ന് ലഭിക്കുമ്പോൾ അതിൻ്റെ പകുതി, അതായത് 6700 എന്തായാലും വരില്ല, കാരണം 50 രൂപയുടെ കുറവുണ്ട്. അപ്പം നമ്മൾക്ക് 675 രൂപ അങ്ങനെയായിരിക്കും പ്രോഫിറ്റിൻ്റെ ഷെയർ ലഭിക്കുക ഒരാൾക്ക്. അതല്ല, ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ 2550, ആൻസറിൽ എഴുതിയപ്പോൾ അവരിവിടെ എത്ര എഴുതിയിട്ടുള്ളൂ? 2500 എന്നാണ് പർച്ചേസസിൻ്റെ എമൗണ്ട് എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്യുന്നത് എങ്കിലാണ് ബാലൻസ് 1400 ലഭിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യനിലുള്ള 2550 എന്നുള്ളതിനെ എന്താക്കി മാറ്റുക? 2500 എന്നാക്കി മാറ്റുക. ചെറിയൊരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് വന്നതായിരിക്കാം. അതല്ല, തന്ന എമൗണ്ട് വെച്ച് തന്നെയാണ് പ്രോബ്ലം ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രോഫിറ്റ് ഷെയർ എത്ര രൂപയാക്കി എഴുതിയാൽ മതി? 675 രൂപയാക്കി എഴുതിയാൽ മതി. അപ്പോൾ ബബ്ലുവിൻ്റെ അക്കൗണ്ടിൽ അതിനനുസരിച്ച് ഷെയർ ഓഫ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് എഴുതി ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എഴുതുന്ന സമയത്ത് 675 രൂപ എന്ന് നിങ്ങൾ എഴുതാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ എല്ലാ പ്രോബ്ലം അതിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് 2500 വെച്ചിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് മാറ്റിയാൽ മതി? 2550 എന്നുള്ളത് 2500 ആക്കി മാറ്റിയാൽ മതി. ഇനി പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ എമൗണ്ട് തന്നിട്ടുള്ളത് അത് വെച്ച് നിങ്ങൾ ആൻസർ ചെയ്യാം. അവിടെ പിന്നെ നമ്മൾ സോൾവ് ചെയ്ത ഒരു സൊല്യൂഷൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് പ്രോബ്ലത്തിൽ ഇതുപോലെ വരുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞ എമൗണ്ട് ആവില്ല, ചിലപ്പോൾ ആൻസറിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കുമ്പോൾ ഒന്നുകിൽ ക്വസ്റ്റ്യനിൽ തിരുത്തുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിൽ 2550 എന്നുള്ളത് എത്രയാക്കി മാറ്റുക? 2500 ആക്കി മാറ്റുക. അപ്പോൾ അരവിന്ദിൻ്റെ ബുക്കിൽ ജോയിന്റ് ഓഫ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടു ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത് എമൗണ്ട് എത്ര എന്ന് എഴുതിയാൽ മതി? 2500 എന്ന് എഴുതിയാൽ മതി. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലെഡ്ജർ ഓഫ് ബബ്ലു ആണ്. ബബ്ലുവിൻ്റെ ബുക്സിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്? 2 അക്കൗണ്ട് തന്നെയാണ്. ഒന്ന് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പിന്നെ ഒന്ന് അരവിന്ദൻ്റെ അക്കൗണ്ടും. ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മൾ അരവിന്ദൻ്റെ അക്കൗണ്ടിൽ എങ്ങനെയാണോ എഴുതിയത് അതിൻ്റെ നേരെ വിപരീതം. ബബ്ലു കൊടുക്കുന്ന പേയ്മെൻ്റ് എല്ലാം ടു ക്യാഷ്,
റെസിപ്റ്റ് ബൈ ക്യാഷ് എന്ന് എഴുതും. അരവിന്ദ് കൊടുക്കുന്നതെല്ലാം ടു അരവിന്ദ് അല്ലെങ്കിൽ ബൈ അരവിന്ദ് എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കാം. ബബ്ലുവിൻ്റെയും ബുക്സിൽ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം ഗുഡ്സ് പർച്ചേസ് ചെയ്തതാണ്. അരവിന്ദാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു എമൗണ്ട് നമ്മൾ എത്രയാക്കി മാറ്റി? 2500. 550 എന്നുള്ളത് 500 ആക്കി എഴുതുക. അപ്പോൾ ടു അരവിന്ദ്. അരവിന്ദ് കൊടുക്കുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതുക. ബ്രാക്കറ്റിൽ കാണിക്കുക പർച്ചേസസ്. എമൗണ്ട് 2500. ദെൻ ബബ്ലു പർച്ചേസ് ചെയ്യുന്നതാണ് 7000. അതെന്ത് പറഞ്ഞിട്ട് എഴുതുക? ടു ക്യാഷ്. ടു ക്യാഷ് ബ്രാക്കറ്റിൽ എഴുതുക പർച്ചേസസ് 7000. അപ്പോൾ നോക്കൂ, ആദ്യത്തെ എൻട്രി ടു അരവിന്ദ് ആണ് എഴുതിയത് 2500. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു അരവിന്ദ് എന്നല്ലേ? അപ്പോൾ അരവിന്ദിന്റെ അക്കൗണ്ടിൽ എഴുതുക ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക പർച്ചേസസ്. എമൗണ്ട് എത്രയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്? 2500. അപ്പോൾ പർച്ചേസസ് രണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. അരവിന്ദ് പർച്ചേസ് ചെയ്തു എഴുതി, ബബ്ലു പർച്ചേസ് ചെയ്തു എഴുതി. ദെൻ അടുത്തത് അരവിന്ദ് പെയ്ഡ് സ്റ്റോറേജ് ചാർജസ്. അപ്പോൾ ഇവിടെ എഴുതുക ടു അരവിന്ദ്. ബ്രാക്കറ്റിൽ കാണിക്കുക സ്റ്റോറേജ് ചാർജസ്. എത്ര രൂപയാണ്? 500 രൂപ. അപ്പോൾ ടു അരവിന്ദ് 500. അത് തന്നെ ഇവിടെ അരവിന്ദിന്റെ അക്കൗണ്ടിൽ എഴുതുക ബൈ ജോയിന്റ് വെഞ്ചർ. ബ്രാക്കറ്റിൽ കാണിക്കുക സ്റ്റോറേജ് എക്സ്പെൻസ്. എത്ര രൂപയാണ്? 500. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ബബ്ലു പെയ്ഡ് ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ്. അപ്പോൾ ബബ്ലു ആണ് പേയ്മെന്റ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ടു ക്യാഷ്. ബ്രാക്കറ്റിൽ കാണിക്കുക ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് എക്സ്പെൻസ്. എമൗണ്ട് 800. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് എൻട്രി ഇല്ല, കാരണം നമ്മൾ നമ്മുടെ ബുക്കിലാണ് എഴുതുന്നത്. ഇനി അടുത്തത് നോക്കൂ. ബബ്ലു സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 7000. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക ബൈ ക്യാഷ്. ബ്രാക്കറ്റിൽ കാണിക്കുക സെയിൽസ്. എമൗണ്ട് 7000. ദെൻ അടുത്തത് എന്താ? ബബ്ലു റിസീവ്ഡ് 3% കമ്മീഷൻ ഓൺ സെയിൽസ്. ബബ്ലുവിന് എന്ത് കിട്ടി? കമ്മീഷൻ കിട്ടി. അപ്പോൾ ടു കമ്മീഷൻ. എമൗണ്ട് എത്രയാണ്? 210. 7000 രൂപയുടെ 3%, 210. ഇനി അടുത്തത് സെയിൽസ് മെയ്ഡ് ബൈ അരവിന്ദ് ആണ്. അപ്പൊ ഇവിടെ എഴുതുക ബൈ അരവിന്ദ്. ബൈ അരവിന്ദ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക സെയിൽസ്. എമൗണ്ട് എത്രയാണ്? 5000 രൂപ. അപ്പൊ ബൈ അരവിന്ദ് എന്ന് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അരവിന്ദിന്റെ അക്കൗണ്ടിൽ എഴുതുക ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. എത്ര രൂപയാണ്? 5000. ബ്രാക്കറ്റിൽ കാണിക്കുക സെയിൽസ്. അപ്പോൾ സെയിൽസിന് ഇനി ആർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്? അരവിന്ദിന്. കമ്മീഷൻ പേയബിൾ ടു അരവിന്ദ് 150 രൂപ. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുക ടു അരവിന്ദ്. ബ്രാക്കറ്റിൽ കാണിക്കുക കമ്മീഷൻ 150. അപ്പോൾ അരവിന്ദിന്റെ അക്കൗണ്ടിൽ ബൈ ജോയിന്റ് വെഞ്ചർ. ബ്രാക്കറ്റിൽ കാണിക്കുക കമ്മീഷൻ. എമൗണ്ട് 150. അപ്പോൾ കമ്മീഷൻ എഴുതി വെച്ച് കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? ബബ്ലു ടുക്ക് ഓവർ അൺസോൾഡ് സ്റ്റോക്ക്. 560 രൂപയുടെ അൺസോൾഡ് സ്റ്റോക്ക്, അതായത് പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതുക ബൈ പർച്ചേസസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക സ്റ്റോക്ക് ടേക്കൺ ഓവർ. എമൗണ്ട് 560. അപ്പൊ അത്രയാണ് നമ്മൾക്ക് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാനുള്ളത്. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക, എന്നാലേ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാൻ പറ്റൂ. ആ പ്രോഫിറ്റ് ഷെയർ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? അരവിന്ദന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടല് 12560 എന്ന് കിട്ടും. ബാലൻസ് 1400. ആ ബാലൻസിന്റെ നേർക്ക് എഴുതുക ടു പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു. സ്വന്തം ഷെയർ എവിടേക്കാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പൊ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 700 രൂപ. അരവിന്ദ് അക്കൗണ്ട്
700 രൂപ. അതായത് അവർ ഈക്വലായിട്ട് എടുക്കുന്നത്. ബ്രാക്കറ്റിൽ കാണിക്കുക 50-50, 50%-ഉം 50%-ഉമാണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ഇങ്ങോട്ട് അരവിന്ദിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇപ്പം നമ്മളെല്ലാം ഇവിടെ ഡെബിറ്റ് സൈഡിൽ ടു അരവിന്ദ് എഴുതി. അപ്പോൾ ഇവിടെ എഴുതുക ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക ഷെയർ ഓഫ് പ്രോഫിറ്റ്. എത്ര രൂപയാണ്? 700 രൂപ. 700 രൂപ ലാഭത്തിന്റെ ഷെയറും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അരവിന്ദിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പൊ അരവിന്ദിന്റെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുമ്പോൾ 5000 രൂപ. അപ്പൊ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത്. ബാലൻസിനെ നേർക്ക് എഴുതുക ബൈ ക്യാഷ് അക്കൗണ്ട്. ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 1150 രൂപയാണ്. ബ്രാക്കറ്റിൽ കാണിക്കാം ബാലൻസ് ഡ്യൂ റിസീവ്ഡ്. അപ്പൊ രണ്ടു പേരുടെയും ബുക്സിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഉണ്ട്. അപ്പൊ രണ്ടു പേർക്കും ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ലാഭം ഒരേപോലെയാണ് കണ്ടുപിടിച്ച് വരുന്നത്. പിന്നെ അവർക്ക് കിട്ടാനുള്ളതോ കൊടുക്കാനുള്ളതോ ആയ എമൗണ്ടിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് തരിക. അതായത് ബാലൻസ് എഴുതുമ്പോൾ നമ്മൾ ബബ്ലുവിന് അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അരവിന്ദന് കിട്ടി എന്നുള്ള രീതിയിൽ അരവിന്ദൻ കൊടുത്തു എന്നാണെങ്കിൽ ബബ്ലുവിന് കിട്ടി അല്ലേ. അതേപോലെ ബബ്ലു കൊടുത്തു എന്നാണെങ്കിൽ അരവിന്ദന്. അതേപോലെ നമ്മൾ ബാലൻസ് വരുന്നത് ഇപ്പോൾ ബബ്ലുവിൻ്റെ അക്കൗണ്ടിൽ നോക്കൂ, ടു ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഡ്യൂ പെയ്ഡ്. അരവിന്ദൻ്റെ അക്കൗണ്ടിൽ നോക്കിയോക്കൂ ബൈ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് ഡ്യൂ റിസീവ്ഡ്. അങ്ങനെ രണ്ട് സൈഡിലും ബാലൻസ് വരുന്നത് നോക്കി നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ രണ്ടാമത്തെ മെത്തേഡാണ് പറഞ്ഞു കഴിഞ്ഞത്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡഡ് ഇൻ ആൾ കോ-വെഞ്ചറേഴ്സ് ബുക്സ്. എല്ലാ കോ-വെഞ്ചറേഴ്സും എന്ത് ചെയ്യുന്നു? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റുള്ള വെഞ്ചേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നു. Third method of accounting treatment of joint venture account is memorandum joint venture account. Second കേസിൽ നമ്മൾ പറഞ്ഞത് all co-venturers prepares joint venture account and personal account of other co-venturers. പക്ഷേ ഈ മെത്തേഡിൽ ഇപ്പം മൂന്നാമത്തെ മെത്തേഡായ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്ന് പറയുന്ന ഈ മെത്തേഡിൽ ദ co-venturers prepares account, joint venture account, and records only those transactions which are directly opened by them. അവനവൻ നടത്തിയ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെക്കാം. ആ രീതിയിൽ ഓരോ വെഞ്ചറേഴ്സും എഴുതി വെക്കുന്നുണ്ടാവും. എ ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെക്കും. ബിയുടെ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെക്കും. സിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്. അങ്ങനെ അവനവൻ ഡയറക്റ്റായി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെക്കുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലാസ്റ്റിൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഓരോരുത്തരും അവനവൻ്റെ ട്രാൻസാക്ഷൻ മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റിൽ ഇവരുടെ എല്ലാം ട്രാൻസാക്ഷൻസ് ഒന്ന് കമ്പൈൻ ചെയ്ത് മൊത്തത്തിൽ ജോയിന്റ് വെഞ്ചറിൻ്റെ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്ത് പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതൊരു ഡബിൾ എൻട്രി അല്ല. അതുകൊണ്ടാണ് മെമ്മോറാണ്ടം എന്നുള്ള വാക്ക് നമ്മൾ ചേർത്തിട്ടുള്ളത്. മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു നോ ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദാറ്റ് ജോയിന്റ് വെഞ്ചർ. ഈ ഓരോ കോ-വെഞ്ചറേഴ്സ് അവനവൻ്റെ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെക്കുമ്പോൾ മൊത്തത്തിലുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ എല്ലാവരുടെയും കയ്യിലുള്ള ട്രാൻസാക്ഷൻസിനെയൊക്കെ കമ്പൈൻ ചെയ്ത് മൊത്തത്തിലുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടാണ് മെമ്മോറാണ്ടം ജോയിന്റ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ ഒരു ആള്, ഇപ്പോൾ എ എന്ന് പറയുന്ന ആള്, എയും ബിയും ആണ് കോ-വെഞ്ചറേഴ്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ എ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് വിത്ത് ബി എന്നാവും. ബിയുമായി നടത്തിയ ജോയിന്റ് വെഞ്ചർ.
അതിൽ വന്ന ട്രാൻസാക്ഷൻ. ഇനി ബി ആണ് എഴുതുന്നതെങ്കിൽ എങ്ങനെ എഴുതുന്നുണ്ടാവുക? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് വിത്ത് എയുമായി നടത്തിയ ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഓരോന്നും വരുമ്പോൾ ഇപ്പോൾ ഇതിൽ കുറച്ച് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ജേണൽ എൻട്രീസ് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ എ പർച്ചേസസ് ഗുഡ്സ് ഫോർ ക്യാഷ്. എയും ബിയും കോവെഞ്ചറേഴ്സ് ആണ്. അപ്പോൾ എ ആണ് പർച്ചേസസ് നടത്തുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി വെക്കണം? ജോയിന്റ് വെഞ്ചർ വിത്ത് ബി അക്കൗണ്ട്. സാധാരണ നമ്മൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുക. ഇതിൽ എങ്ങനെ എഴുതണം? ജോയിന്റ് വെഞ്ചർ വിത്ത് ബി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്. അതേപോലെ തന്നെ എക്ക് എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക. ജോയിന്റ് വെഞ്ചറുമായി റിലേറ്റ് ചെയ്ത എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എഴുതി വെക്കുന്നത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നാണ്. ഇവിടെ എങ്ങനെ എഴുതണം? ജോയിന്റ് വെഞ്ചർ വിത്ത് ബി അക്കൗണ്ട്, അതായത് ബിയുമായിട്ടുള്ള ജോയിന്റ് വെഞ്ചറിൽ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് വേണം എക്സ്പെൻസ് എഴുതി വെക്കാൻ. അതേപോലെ തന്നെ സെയിൽസ് വരുന്ന സമയത്തും എല്ലാം ജോയിന്റ് വെഞ്ചർ എന്ന് എഴുതുമ്പോൾ വിത്ത് ആരാണോ മറ്റു കോവെഞ്ചറർ അയാളുടെ പേര് എഴുതിയിട്ടുണ്ടാവും. ദെൻ നമ്മൾ ലാസ്റ്റ് ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ നോക്കുന്ന സമയത്ത് എയുടെ ബുക്കിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ജോയിന്റ് വെഞ്ചർ വിത്ത് ബി അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ആ ഹെഡിങ്ങിന്റെ അക്കൗണ്ടിന്റെ ഹെഡിങ് എങ്ങനെയായിരിക്കും? ജോയിന്റ് വെഞ്ചർ വിത്ത് ബി. ഇനി ബിയുടെ ബുക്കിലാണെങ്കിലോ ജോയിന്റ് വെഞ്ചർ വിത്ത് എ, അതിലാണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ കോവെഞ്ചറും അവനവൻ ഡയറക്റ്റായി ഇൻവോൾവ്ഡ് ആയ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതി വെക്കുന്നു. ലാസ്റ്റിൽ ടോട്ടൽ ജോയിന്റ് വെഞ്ചറിന്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു പർട്ടിക്കുലർ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. അതിൽ നിന്നാണ് നമ്മൾ അവരുടെ ലാഭവും നഷ്ടവും കണ്ടുപിടിക്കുന്നത്. ആ ജോയിന്റ് വെഞ്ചറിൻ്റെ ലാഭവും നഷ്ടവും. എന്നിട്ട് അത് കോവെഞ്ചറേഴ്സിൻ്റെ ഇടയിൽ ഷെയർ ചെയ്ത് കൊടുക്കും. മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് മെത്തേഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രേം ഓഫ് ഡൽഹി ആൻഡ് സതീഷ് ഓഫ് കൽക്കട്ട entered into a joint venture for the purchase and sale of goods. The profits and losses are to be shared in the ratio of 2:1. അപ്പോൾ പ്രേമും അതുപോലെ തന്നെ സതീഷും അവർ രണ്ടുപേരും ചേർന്നാണ് ഒരു ജോയിന്റ് വെഞ്ചർ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. എന്തിനാണ്? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സിന് വേണ്ടിയിട്ട്. അവർ പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1. പ്രേമിന് 2 പോർഷൻ ആണെങ്കിൽ 1 പോർഷൻ സതീഷിന്. Prem purchased goods for rupees 40,000 and sent them to Sadish, paying rupees 3,000 for freight and insurance. പ്രേം എന്ത് ചെയ്തു? 40,000 രൂപയ്ക്കുള്ള ഗുഡ്സ് വാങ്ങി സതീഷിന് അയച്ചു കൊടുത്തു. അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് 3,000 രൂപ ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് എക്സ്പെൻസ് ആയിട്ട് മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്രേം ആൾസോ ഇൻകേർഡ് സൺട്രി എക്സ്പെൻസസ് എമൗണ്ടിങ് ടു rupees 400. പല വക ചിലവായിട്ടൊരു 400 രൂപയും ചിലവായിട്ടുണ്ട്. സതീഷ് സോൾഡ് ഗുഡ്സ് ഫോർ rupees 55,000. സതീഷ് എന്ത് ചെയ്തു? ഈ കിട്ടിയ ഗുഡ്സ് 55,000 രൂപയ്ക്ക് വിറ്റു. ആൻഡ് ഇൻകേർഡ് rupees 6,000 ആസ് എക്സ്പെൻസസ്. ഈ 55,000 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 6,000 രൂപയുടെ ചെലവും മീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അൺസോൾഡ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് rupees 7,000 വാസ് ടേക്കൺ ഓവർ ബൈ സതീഷ്. അവസാനം വിൽക്കാതെ വന്ന സ്റ്റോക്ക് എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്? 7,000 രൂപയുടെ സ്റ്റോക്ക്. അത് ആര് ഏറ്റെടുത്തു? സതീഷ് ഏറ്റെടുത്തു. സതീഷ് റെമിറ്റഡ് ദ ബാലൻസ് ഡ്യൂ ടു പ്രേം ബൈ എ ബാങ്ക് ഡ്രാഫ്റ്റ്. അപ്പോൾ ഈ ഇടപാടൊക്കെ കഴിഞ്ഞിട്ട് സതീഷ് പ്രേമിന് കൊടുക്കാനുള്ള ബാക്കി സംഖ്യ എന്തായിട്ട് അയച്ചു കൊടുത്തു? ബാങ്ക് ഡ്രാഫ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്തു. ഈച്ച് പാർട്ടീസ് ലെഡ്ജർ കണ്ടെയ്ൻസ് a record of his own transactions in the joint venture account. ഓരോ പാർട്ടിയുടെയും ബുക്കിലുള്ളത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻസ്. ആ ജോയിന്റ് വെഞ്ചറിൽ അവരവർ നടത്തിയ ട്രാൻസാക്ഷൻസ് മാത്രമാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളോട് എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ജോയിന്റ് വെഞ്ചർ വിത്ത് സതീഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ ജോയിന്റ് വെഞ്ചർ വിത്ത് പ്രേം അക്കൗണ്ട്. സതീഷിൻ്റെ ലെഡ്ജറിലാണെങ്കിൽ ജോയിന്റ് വെഞ്ചർ വിത്ത് പ്രേം. പ്രേമിൻ്റെ ബുക്കിലാണെങ്കിൽ ജോയിന്റ് വെഞ്ചർ വിത്ത്
സതീഷ്. അങ്ങനെ രണ്ടുപേരുടെയും ജോയിന്റ് വെഞ്ചേഴ്സ് അക്കൗണ്ടും ദെൻ മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും ആണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾക്ക് 3 അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം പ്രേമിൻ്റെ ലെഡ്ജർ ബുക്കിലുള്ളത്. പ്രേമിൻ്റെ ലെഡ്ജർ ബുക്കിലുള്ള അക്കൗണ്ട് ഏതായിരിക്കും? ജോയിന്റ് വെഞ്ചർ വിത്ത് സതീഷ് അക്കൗണ്ട്. രണ്ടാമതായി സതീഷിൻ്റെ ലെഡ്ജർ ബുക്കിലുള്ളത്. സതീഷിൻ്റെ ലെഡ്ജർ ബുക്കിലുള്ള അക്കൗണ്ട് ജോയിന്റ് വെഞ്ചർ വിത്ത് പ്രേം അക്കൗണ്ട്. അപ്പോൾ ഇതിൽ സതീഷ് നടത്തിയ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതാം. ഫസ്റ്റിൽ പ്രേം നടത്തിയ ട്രാൻസാക്ഷൻസ് മാത്രം എഴുതാം. മൂന്നാമത്തെ അക്കൗണ്ടാണ് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ഇതിൽ രണ്ടുപേരും നടത്തിയ ട്രാൻസാക്ഷൻസിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് മൊത്തത്തിൽ ജോയിന്റ് വെഞ്ചറിൽ ഉണ്ടായിട്ടുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടം കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രേമിൻ്റെ ലെഡ്ജറിലാണ് നമ്മൾ എഴുതുന്നത്. പ്രേമിൻ്റെ ലെഡ്ജറിൽ ഹെഡിങ് കൊടുക്കുക എങ്ങനെയാണ്? ജോയിന്റ് വെഞ്ചർ വിത്ത് സതീഷ് അക്കൗണ്ട്. അപ്പോൾ ഇതിൽ പ്രേം നടത്തിയ ട്രാൻസാക്ഷൻസ് മാത്രമേ എഴുതി വെക്കുന്നുള്ളൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കി നോക്കൂ, പ്രേം എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത്? പ്രേം പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹40,000. 40,000 രൂപയ്ക്ക് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 3,000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അതിനും പുറമെ 400 രൂപ സൺട്രി എക്സ്പെൻസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം മീറ്റ് ചെയ്ത എക്സ്പെൻസ് എല്ലാം നമ്മൾ എവിടെ എഴുതി വെക്കണം? ഈ പ്രേമിൻ്റെ ലെഡ്ജർ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. സോ നമുക്ക് പ്രേമിൻ്റെ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാം. ഫസ്റ്റിൽ പർച്ചേസ് നടത്തുമ്പോൾ നമുക്കറിയാം പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലെങ്കിൽ ബാങ്കാണ്. അപ്പോൾ ഇവിടെ ബാങ്കാണ്. ലാസ്റ്റിൽ സെറ്റിൽമെൻ്റ് ഒക്കെ ബാങ്ക് ഡ്രാഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി? ടു ബാങ്ക്. ബ്രാക്കറ്റിൽ കാണിക്കുക പർച്ചേസസ് എമൗണ്ട് എത്രയാണ്? 40,000. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ആൻഡ് ഇൻഷുറൻസിന് വേണ്ടി വന്നിട്ടുള്ള എക്സ്പെൻസും ഇതേപോലെ റെക്കോർഡ് ചെയ്യുക. ടു ബാങ്ക് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക എക്സ്പെൻസസ് എത്ര രൂപയാണ്? 3,000. ഒരു എക്സ്പെൻസ് കൂടെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. സൺട്രി എക്സ്പെൻസ് ഒരു 400 രൂപ. അതും എഴുതി വെക്കുക. ടു ബാങ്ക് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ എഴുതുക സൺട്രി എക്സ്പെൻസസ് 400 രൂപ. അപ്പം അദ്ദേഹത്തിന് നേരിട്ടിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം നമ്മൾ എഴുതി. ഇനി ജോയിന്റ് വെഞ്ചറിൽ നിന്ന് പ്രോഫിറ്റിൻ്റെ ഷെയർ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യണം. അതേപോലെ തന്നെ ലാസ്റ്റിലുള്ള സെറ്റിൽമെൻറ്റ്, ബാങ്കിലൂടെയുള്ള സെറ്റിൽമെൻറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയുമാണ് പ്രേം എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത്രയും രൂപ ചെലവ് വന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇനി സതീഷ് എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് നോക്കാം. ജോയിന്റ് വെഞ്ചർ വിത്ത് പ്രേം എന്ന് പറഞ്ഞിട്ടാണ് സതീഷ് എഴുതിയിട്ടുണ്ടാവുക. സതീഷ് മീറ്റ് ചെയ്ത എക്സ്പെൻസ് എന്തൊക്കെയാണ്? 55,000 രൂപയ്ക്ക് സെയിൽസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ സതീഷിൻ്റെ അക്കൗണ്ടിൽ എഴുതുക ആദ്യം ബൈ ബാങ്ക് അക്കൗണ്ട്. സെയിൽസ് നടത്തി കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് ബ്രാക്കറ്റിൽ കാണിക്കുക. സെയിൽസ് എത്ര രൂപയുടെ സെയിൽസാ? 55,000. ഇങ്ങനെ 55,000 രൂപയുടെ സെയിൽസ് നടത്തിയപ്പോൾ ഒരു 6,000 രൂപ ചെലവ് വന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് എഴുതാം ടു ബാങ്ക്. ബാങ്ക് അക്കൗണ്ട് ബ്രാക്കറ്റിൽ കാണിക്കുക എക്സ്പെൻസസ് എത്ര രൂപയാണ്? 6,000 രൂപ. പിന്നെ വേറെ എന്തെങ്കിലും ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ടോ? സതീഷ് സെയിൽസ് നടത്തി, അതേപോലെ എക്സ്പെൻസ് വന്നു. ഒരു ട്രാൻസാക്ഷനും കൂടെ ഉണ്ട്. അൺസോൾഡ് സ്റ്റോക്ക് വാല്യൂഡ് അറ്റ് ₹7,000 വാസ് ടേക്കൺ ഓവർ ബൈ സതീഷ്. സതീഷ് ആണ് 7,000 രൂപയുടെ സ്റ്റോക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ വരാം? പർച്ചേസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പോൾ ജോയിന്റ് വെഞ്ചർ വിത്ത് പ്രേം അക്കൗണ്ടിന്റെ ക്രെഡിറ്റിൽ എഴുതാം ബൈ പർച്ചേസസ്. ബ്രാക്കറ്റിൽ കാണിക്കുക സ്റ്റോക്ക് ടേക്കൺ ഓവർ 7,000. അപ്പോൾ അദ്ദേഹത്തിന്റെ ട്രാൻസാക്ഷൻ എഴുതി. ഇനി ഈ ട്രാൻസാക്ഷനുകളെല്ലാം കമ്പൈൻ ചെയ്ത് ഈ ജോയിന്റ് വെഞ്ചറിലുണ്ടായ ലാഭം എത്രയാണ്, നഷ്ടം എത്രയാണെന്ന് നോക്കണം. എന്നിട്ട് ആ ലാഭത്തിനെയും നഷ്ടത്തിനെയും ഇവരെങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? 2:1 എന്നുള്ള പ്രപ്പോർഷൻ ആണ്.
ടോട്ടൽ ഷെയറിനെ 3 ആക്കി ഡിവൈഡ് ചെയ്ത് 2 ഭാഗം ലാഭം ഫസ്റ്റിലുള്ള ആൾക്ക് പ്രേമിനും 1 പോർഷൻ സതീഷിനുമാണ്. അപ്പൊ നമ്മൾക്ക് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടില് ഇതെല്ലാം കമ്പൈൻ ചെയ്യണം. എക്സ്പെൻസുകളും സെയിൽസും സ്റ്റോക്ക് ഏറ്റെടുത്തതും എല്ലാം കൂടെ എഴുതി വെക്കുക. അപ്പൊ മെമ്മോറാണ്ടം ഓഫ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടില് ആദ്യം പ്രേമിന്റെ കാര്യങ്ങൾ എഴുതാം. ടു പ്രേം. പ്രേമിന്റെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണ്? 40,000 രൂപയുടെ ഗുഡ്സ്, അതായത് പർച്ചേസസ്, 3,000 രൂപയുടെ ഫ്രൈറ്റ് ഇൻഷുറൻസ്, 400 രൂപയുടെ എക്സ്പെൻസ്. അപ്പൊ അത് താഴേക്ക് എഴുതാം. ഗുഡ്സ് 40,000, ഫ്രൈറ്റ് ആൻഡ് ഇൻഷുറൻസ് 3,000, സൺട്രി എക്സ്പെൻസ് 400. അങ്ങനെ ടോട്ടൽ 43,400. അപ്പൊ പ്രേമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി. ഇനി അതേപോലെ ആരുടെ എഴുതണം? സതീഷിന്റെ. സതീഷ് സെയിൽസ് ആണ് നടത്തിയിട്ടുള്ളത്. അപ്പോ സതീഷിന് വന്ന എക്സ്പെൻസ് എത്ര രൂപയാണ്? 6,000 രൂപ. അപ്പൊ ഇവിടെ എഴുതാം ടു സതീഷ്. ബ്രാക്കറ്റിൽ കാണിക്കാം എക്സ്പെൻസ്. അപ്പൊ സതീഷിനും പ്രേമിനും എക്സ്പെൻസ് വന്നത് നമ്മൾ എഴുതി. ഇനി ഇതിലേക്കുള്ള ഇൻകം അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഇതൊക്കെയാണ് ക്രെഡിറ്റിൽ എഴുതേണ്ടത്. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ബൈ സെയിൽസ് പ്രൊസീഡ്സ്. വിൽപ്പനയിലൂടെ നമ്മൾക്ക് എത്ര രൂപ കിട്ടി? എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്? 55,000. അപ്പൊ സെയിൽസ് 55,000 ഉണ്ട്. അതിന്റെ കൂടെ സ്റ്റോക്കും ഉണ്ട്. സ്റ്റോക്ക് എത്രയാണ്? 7,000. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം 62,000. അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാം. അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ ടോട്ടൽ വരുന്നത് 62,000. ക്രെഡിറ്റിലാണ് കൂടുതൽ. അപ്പൊ ആ എമൗണ്ട് എടുത്ത് എഴുതാം 62,000. ഡെബിറ്റിൽ വരുന്ന ബാലൻസ് എന്ന് പറയുന്നത് 12,600 ആണ്. അതാണ് ആ ജോയിന്റ് വെഞ്ചറിൽ നിന്ന് ആ വെഞ്ചർ പീരീഡിൽ കിട്ടിയ ലാഭം. ഇതിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 2 ഭാഗം പ്രേമിന്, 1 ഭാഗം സതീഷിന്. അപ്പൊ ഇവിടെ എഴുതാം ടു പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു. ആദ്യം പ്രേമിനാണ്. പ്രേം ബ്രാക്കറ്റിൽ കാണിക്കുക 12,600 ഇൻറ്റു 2/3. അപ്പൊ എത്ര എമൗണ്ട് വരുന്നത്? 8,400. രണ്ടാമത്തെ ആള് സതീഷ്. ബ്രാക്കറ്റില് 12,600 ഇൻറ്റു 1/3. അപ്പൊ എമൗണ്ട് 4,200. അപ്പൊ ഇത് എവിടെ എൻ്റർ ചെയ്യണം? 2 പേരുടെയും ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യണം. അപ്പൊ പ്രേമിന്റെ അക്കൗണ്ടിൽ എഴുതാം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കാം ഷെയർ ഓഫ് പ്രോഫിറ്റ്. എത്ര രൂപയാണ് അദ്ദേഹത്തിന് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്? പ്രേമിന് 8,400 രൂപ. അതേപോലെ സതീഷിന്റെ അക്കൗണ്ടിലും എഴുതാം ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എത്ര രൂപയാണ്? 4,200. അപ്പൊ 2 പേരുടെയും അക്കൗണ്ടുകളിൽ എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഫൈനൽ സെറ്റിൽമെന്റ് റെക്കോർഡ് ചെയ്യാണ്. എവിടെയാണോ ബാലൻസ് വരുന്നത് അതിന്റെ നേർക്ക് ബാങ്ക്, അതായത് സതീഷ് ബാക്കിയുള്ള എമൗണ്ട് പ്രേമിന് അയച്ചു കൊടുത്തു, സെറ്റിൽ ചെയ്തു ബാങ്ക് ഡ്രാഫ്റ്റിലൂടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പ്രേമിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. പ്രേമിന്റെ അക്കൗണ്ടിന്റെ ടോട്ടൽ 51,800. അപ്പൊ ആ ബാലൻസ് 51,800 ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. അതിന്റെ നേർക്ക് എഴുതാം ബൈ ബാങ്ക് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ കാണിക്കുക ഫൈനൽ സെറ്റിൽമെന്റ്. അപ്പൊ ജോയിന്റ് വെഞ്ചറിന് വേണ്ടി അത്രയും എക്സ്പെൻസുകൾ അദ്ദേഹം മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ലാസ്റ്റിൽ കിട്ടുന്ന അദ്ദേഹത്തിന്റെ പ്രോഫിറ്റും എക്സ്പെൻസും എല്ലാം കൺസിഡർ ചെയ്തിട്ട് ലാസ്റ്റിൽ കിട്ടുന്ന സെറ്റിൽമെന്റ് ആണ് 51,800. സതീഷിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. സതീഷിന്റെ അക്കൗണ്ടിന്റെ ടോട്ടല് 62,000. ബാലൻസ് ഡെബിറ്റ് സൈഡില്
51,800. അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതാം ടു ബാങ്ക് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ എഴുതാം ഫൈനൽ സെറ്റിൽമെന്റ്. അതായത് സതീഷാണ് സെയിൽസ് നടത്തിയിട്ടുള്ളത്. വരുമാനമൊക്കെ സതീഷിന്റെ കയ്യിലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് ഷെയറും എക്സ്പെൻസും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി വരുന്ന സംഖ്യ ആർക്ക് അയച്ചു കൊടുക്കുകയാണ്? പ്രേമിന് അയച്ചു കൊടുക്കുകയാണ്. ആ അയച്ചു കൊടുക്കുന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ടു ബാങ്ക് അക്കൗണ്ട്. അതാണ് ഫൈനൽ സെറ്റിൽമെന്റ് 51,800. ഈ രീതിയിലാണ് മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ ചെറിയൊരു ടോപ്പിക് വരുന്നുണ്ട്, ഇൻട്രസ്റ്റ്. നമ്മുടെ കോ വെഞ്ചറേഴ്സിന് ജോയിന്റ് വെഞ്ചർ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ പേയ്മെന്റുകൾ, ടോട്ടൽ പേയ്മെന്റ് എത്രയാണ്, അതിന്റെ ഇൻട്രസ്റ്റ് നോക്കുക. ടോട്ടൽ റെസീപ്റ്റ് എത്രയാണ്, അതിന്റെ ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാം. അവ തമ്മിലുള്ള ബാലൻസ് എത്രയാണ് എന്ന് നോക്കാം. അപ്പോൾ ഓരോ കോവെഞ്ചറും ഓരോ പേയ്മെന്റുകളും നടത്തിയിട്ട് എല്ലാ പേയ്മെന്റും എല്ലാ റെസിപ്റ്റും ഒരൊറ്റ ഡേറ്റിലാവില്ല, വ്യത്യസ്ത ഡേറ്റുകളിലായിരിക്കും. അപ്പോൾ ആ ടൈം പീരീഡ് നോക്കണം, എത്ര മാസം. അങ്ങനെയാണെങ്കിൽ ആ എത്ര മാസത്തെ പ്രോഡക്റ്റ് കണ്ട് അതിന് ഒരു മാസത്തേക്കുള്ള പലിശ എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ പേയ്മെന്റിനുള്ള പലിശ കണ്ടുപിടിക്കുക, ടോട്ടൽ റെസിപ്റ്റിനുള്ള പലിശ കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിഫറൻസ് നെറ്റ് എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പേജ് നമ്പർ 85 ബിമലും ആനന്ദും. അതിൽ അവർ നടത്തുന്ന 84 ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അതിൻ്റെ ആ ടോപ്പിക്ക് തുടങ്ങുന്നത് ഇല്ലുസ്ട്രേഷൻ 5 85 ആനന്ദ് ആൻഡ് ബിമൽ എൻറ്റർ ഇൻ ടു എ ജോയിന്റ് വെഞ്ചർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നും ഓരോ സെയിൽസ് നടത്തുന്നതിൻ്റെയും ക്രെഡിറ്റേഴ്സിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നതിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ പേയ്മെന്റിൻ്റെയും ടോട്ടൽ കാണുക, റെസീപ്റ്റിൻ്റെയും ടോട്ടൽ കാണുക, ആനന്ദിൻ്റെയും വിമലിൻ്റെയും. എന്നിട്ട് ആ ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ടോട്ടൽ റെസീപ്റ്റിൻ്റെ ഇൻട്രസ്റ്റ്, ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ്, അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ഇൻട്രസ്റ്റും വരാറുണ്ട് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്സിൽ. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ 4ാമത്തെ മെത്തേഡാണ് separate set of books. That means the transactions relating to joint venture are recorded in separate set of books with the consent of all co-venturers. എല്ലാവരും സമ്മതിച്ച് ഈ ജോയിൻറ്റ് വെഞ്ചറിന് വേണ്ടി ഒരു കൂട്ടം ബുക്കുകൾ, അതിൻ്റെ കണക്കുകൾ എഴുതാൻ വേണ്ടി മാത്രം നമ്മൾക്ക് കുറച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം ഓൺ ദ ബേസിസ് ഓഫ് ഡബിൾ എൻട്രി. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന രീതി. ഇതിൽ സാധാരണ രീതിയിൽ നമ്മൾ ഡബിൾ എൻട്രിയിൽ എങ്ങനെയാണോ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് ഒരു ഐഡൻറ്റിറ്റി കൊടുക്കുന്നത്, അതേപോലെ ജോയിൻറ്റ് വെഞ്ചറിന് ഒരു എൻറ്റിറ്റി നൽകുകയും ഡബിൾ എൻട്രി സിസ്റ്റം പോലെ ഫുൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, സെക്കൻഡ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, 3 പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഈച്ച് കോ വെഞ്ചറർ. ഈ 3 അക്കൗണ്ടുകളിലായാണ് എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് അക്കൗണ്ട് ആണ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്. നമ്മുടെ കോ വെഞ്ചറേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്യാണ്, അവരുടെ ഈ ജോയിൻറ്റ് വെഞ്ചറുമായി റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷനുകൾ എഴുതി വെക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. സാധാരണ പോലെ തന്നെ ഒരു റിയൽ അക്കൗണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. കോ വെഞ്ചറേഴ്സ് പേ ചെയ്യുന്ന അവരുടെ പേയ്മെൻറ്റ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ് ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, പേ ഓർ ഡെപ്പോസിറ്റ് കോൺട്രിബ്യൂഷൻസ്. ദെൻ രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് ആണ്. It relates to all income and expense of the joint venture and it is in the form of profit and loss account. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഇതിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്. ആ വെഞ്ചറുമായി റിലേറ്റ് ചെയ്ത എല്ലാ ചെലവുകളും വരുമാനങ്ങളും എല്ലാം എഴുതുന്നത് ഇതിലാണ്. ഈ അക്കൗണ്ടാണ് ജോയിൻറ്റ് വെഞ്ചറിൽ നിന്ന് നമ്മൾക്ക് ലാഭമുണ്ടായോ നഷ്ടമുണ്ടായോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നത്.
ദെൻ മൂന്നാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ഈച്ച് കോവെഞ്ചറർ. ഓരോ കോവെഞ്ചറുടെയും പേഴ്സണൽ അക്കൗണ്ട് വേറെ വേറെ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ 3 ഗ്രൂപ്പായിട്ട്, ഇപ്പൊ ഈ മൂന്നാമത്തെ കാറ്റഗറിയിൽ ഒരേ അക്കൗണ്ട് അല്ല, അതിൽ എത്ര കോവെഞ്ചർ ഉണ്ടോ അത്രയും ആളുകളുടെ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്ന രീതി അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഉണ്ടായിരിക്കും, ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്സ് ഓഫ് ആൾ കോവെഞ്ചറേഴ്സ്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഓരോ ട്രാൻസാക്ഷൻ്റെയും ജേണൽ എൻട്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്ന് നമ്മൾക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഇവിടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ എഴുതി വെക്കണ്ടേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക? ഏറ്റവും ആദ്യം വെൻ കോവെഞ്ചറേഴ്സ് കോൺട്രിബ്യൂട്ട് ദെയർ ഷെയർ ക്യാപിറ്റൽ, അവരുടെ ഷെയർ ക്യാപിറ്റൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോവെഞ്ചറേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ബാങ്ക് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. അതിന്റെ ഡെബിറ്റ് സൈഡിൽ 2 എന്ന് പറഞ്ഞ് ഓരോ കോവെഞ്ചറുടെയും പേര് എഴുതുക, അവരുടെ പേഴ്സണൽ അക്കൗണ്ട്. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താ, വെൻ എ കോവെഞ്ചറർ കോൺട്രിബ്യൂട്ട് ഇൻ ദ ഫോം ഓഫ് ഗുഡ്സ്. ക്യാപിറ്റൽ ആവുമ്പോൾ നമ്മൾ ബാങ്കിൽ 2 എന്ന് പറഞ്ഞിട്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ട് എഴുതി. ഇനി ഗുഡ്സ് ആണ് നൽകുന്നതെങ്കിൽ നമ്മൾ എവിടെ എഴുതേണ്ടത്, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, ഇതിലാണ് എഴുതേണ്ടത്, ടു കോവെഞ്ചറേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ പർച്ചേസസ് ആർ മെയ്ഡ് ഫോർ ജോയിന്റ് വെഞ്ചർ, പർച്ചേസസ് നടത്തുമ്പോൾ ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. ഇതിൽ രണ്ടിലും അപ്പോൾ ട്രാൻസാക്ഷൻ വരും. ദെൻ ക്രെഡിറ്റിലാണെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്രെഡിറ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് ആണെങ്കിൽ ഈ 2 അക്കൗണ്ട് തമ്മിൽ, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ അതേപോലെ തന്നെ വെൻ എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ജോയിന്റ് വെഞ്ചർ, ജോയിന്റ് വെഞ്ചറിന് വേണ്ടി എക്സ്പെൻസസ് മീറ്റ് ചെയ്യുമ്പോൾ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. ഇനി ഇത് ഒരു കോവെഞ്ചറർ ആണ് കൊടുക്കുന്നതെങ്കിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോവെഞ്ചറേഴ്സ് അക്കൗണ്ട്, ആരാണോ നൽകുന്നത് അവരുടെ അക്കൗണ്ട്. പിന്നെ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് വെഞ്ചർ. അതല്ല ക്രെഡിറ്റ് ആണെങ്കിൽ ഡെപ്റ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് വെഞ്ചർ. അതായത് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെ നിങ്ങൾ മനസ്സിലുണ്ടായാൽ മതി. ജേണൽ എൻട്രീസ് ബൈ ഹാർട്ട് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ആ അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ ഏതൊക്കെയാണ് വരിക, ക്രെഡിറ്റിൽ ഏതൊക്കെയാണ് വരിക എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആ ജേണൽ എൻട്രി ഓട്ടോമാറ്റിക് ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. ദെൻ വെൻ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ്, ക്രെഡിറ്റേഴ്സ് പേയ്മെന്റ് നടത്തുമ്പോൾ ക്രെഡിറ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്രെഡിറ്റേഴ്സിനെ ക്രെഡിറ്റ് ചെയ്തിരുന്നു, അത് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ 2 ജേണൽ എൻട്രിയും കൂടെ വരുമ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ടാലി ആയി പോകും. പിന്നെ എമൗണ്ട്സ് ആർ റിസീവ്ഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ജസ്റ്റ് ഓപ്പോസിറ്റ് എൻട്രി ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ കമ്മീഷനോ ഇൻട്രസ്റ്റോ ആർക്കെങ്കിലും നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോവെഞ്ചർക്ക് കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതാം, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു നൽകുന്ന കോവെഞ്ചറേഴ്സിന്റെ പേഴ്സണൽ അക്കൗണ്ട്. പിന്നെ അൺസോൾഡ് സ്റ്റോക്ക് ഏതെങ്കിലും ഒരു കോവെഞ്ചറർ ഏറ്റെടുക്കുമ്പോൾ കോവെഞ്ചറേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് വെഞ്ചർ, അതായത് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ഡെബിറ്റിൽ വരും, ആ കോവെഞ്ചറുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റിലും വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അതിൽ ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ ആർക്കിടയിൽ ഷെയർ ചെയ്യണം, കോവെഞ്ചറേഴ്സിന്റെ ഇടയിൽ. അപ്പോൾ ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോവെഞ്ചറേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. ഓരോരുത്തർക്കുള്ള ഷെയർ ബേസിസിൽ, റേഷ്യോ ബേസിസിൽ ഡിവൈഡ് ചെയ്യാം. ലോസ് ആണെങ്കിൽ നേരെ തിരിച്ച് കോവെഞ്ചറേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് വെഞ്ചർ, അതായത് ബൈ എന്ന് പറഞ്ഞിട്ട് കോവെഞ്ചറേഴ്സിന്റെ പേരും അവർക്കുള്ള ഷെയറും. പിന്നെ 11ാമത്തെ എൻട്രിയിൽ എന്താ പറയുന്നത്, ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ട്രാൻസ്ഫറിങ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഓരോ കോവെഞ്ചറേഴ്സിനും നൽകാനുള്ള എമൗണ്ട് പേയബിൾ ടു ഈച്ച് വൺ ഓഫ് ദം. ഇതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ്. ബൈ ബാങ്കർ ടു ബാങ്കർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയില്ലേ.
അത് തന്നെ. അപ്പോൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതാം? കോ വെഞ്ചറേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. പിന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ഡെപ്റ്റേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നഷ്ടമാണ് അല്ലേ, അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡെപ്റ്റേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്. ബാഡ് ഡെപ്റ്റ് വരികയാണെങ്കിലും ഇതേ എൻട്രിയാണ് എഴുതേണ്ടത്. കാരണം ബാഡ് ഡെപ്റ്റും ഡിസ്കൗണ്ട് അലൗഡും നമ്മൾക്ക് എന്താണ്? ലോസ് ആണ്. അപ്പോൾ ഇത്രയും ജേണൽ എൻട്രികൾ എഴുതാം. ജേണൽ നമ്മൾ സാധാരണ എഴുതാറില്ല, ആ ജേണൽ എൻട്രിയെ ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിൽ ഏതാ ക്രെഡിറ്റിൽ ഏതാ വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിങ് അണ്ടർ സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് മെത്തേഡ്. 4ാമത്തെ മെത്തേഡിൽ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വികാസ് ആൻഡ് സലീൽ entered into a joint venture to construct a building for a joint stock company. വികാസും സലീലും എന്ത് ചെയ്തു? ഒരു ജോയിന്റ് വെഞ്ചർ തുടങ്ങുകയാണ്. എന്തിനു വേണ്ടിയാ? ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി, ഒരു കമ്പനിക്ക് വേണ്ടി ഒരു ബിൽഡിംഗ്. ദ കോൺട്രാക്ട് പ്രൈസ് വാസ് സെറ്റിൽഡ് അറ്റ് റുപ്പീസ് 25 lakh. 25 ലക്ഷമാണ് കോൺട്രാക്ട് പ്രൈസ്. പേയബിൾ റുപ്പീസ് 20 lakh in cash and the balance in the form of fully paid equity shares of the company. അപ്പോൾ ആ 25 ലക്ഷം എന്ന് പറയുന്നത് 20 ലക്ഷം ക്യാഷ് ആയിട്ട് കൊടുക്കും, ബാക്കി 5 ലക്ഷം രൂപ ആ കമ്പനിയിൽ ഷെയർ ആയിട്ട് കൊടുക്കും. ദേ ഓപ്പൺഡ് എ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് വേർ ഇൻ വികാസ് ഡെപ്പോസിറ്റഡ് റുപ്പീസ് 6 lakh ആൻഡ് സലീൽ പെയ്ഡ് ഇൻ റുപ്പീസ് 3 lakh. അപ്പോൾ അവർ അതിനു വേണ്ടി എന്ത് ചെയ്തു? ഒരു ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്തു. അതിൽ വികാസ് 6 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. സലീൽ പെയ്ഡിന് എത്രയാണ്? റുപ്പീസ് 3 lakh. 3 ലക്ഷം സലീലും. Then they agreed to share the profits and losses in the ratio of 2:1. അവരെങ്ങനെയാണ്? 2:1. കാരണം ആദ്യത്തെ ആൾ 6 ലക്ഷവും രണ്ടാമത്തെ ആൾ എത്ര ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളൂ? 3 ലക്ഷം. അപ്പോൾ 2:1 എന്നുള്ള രീതിയിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്തെടുക്കുന്നത്. They purchased materials for rupees 3 lakh for cash and rupees 10 lakh worth on credit from അനിൽ. അവരെന്ത് ചെയ്തു? പർച്ചേസസ് നടത്തി. 3 ലക്ഷം ക്യാഷ് പർച്ചേസസും ബാക്കി 10 ലക്ഷം അനിലിൻ്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് പർച്ചേസസ്. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടിൽ പർച്ചേസസ് എഴുതുന്ന സമയത്ത് ക്യാഷിന് 3 ലക്ഷം, അനിലിൻ്റെ പേരിൽ 10 ലക്ഷം. They paid 4,50,000 for wages etc. and rupees 70,000 for other expenses. 4,50,000 വേജസിനൊക്കെ ആയി കൊടുത്തു. 70,000 രൂപ മറ്റുള്ള ചെലവുകൾക്ക് കൊടുത്തു. വികാസ് ആൻഡ് സലീൽ സപ്ലൈഡ് മെറ്റീരിയൽസ് വർത്ത് റുപ്പീസ് 2 lakh ആൻഡ് റുപ്പീസ് 80,000 റെസ്പെക്റ്റീവ്ലി. അവർ കുറച്ച് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. 2 ലക്ഷം വികാസും 80,000 സലീലും. ആർക്കിടെക്ട്സ് ഫീ റുപ്പീസ് 10,000 വാസ് പെയ്ഡ് ബൈ വികാസ്. ആർക്കിടെക്റ്റിന് കൊടുക്കാനുള്ള പൈസ ആരാ കൊടുത്തത്? വികാസ് ആണ് കൊടുത്തത്. ദ കോൺട്രാക്ട് വാസ് ഡ്യൂലി കംപ്ലീറ്റഡ് ആൻഡ് ദ പ്രൈസ് റിസീവ്ഡ് ആസ് സ്റ്റിപ്പുലേറ്റഡ്. കോൺട്രാക്ട് പറഞ്ഞ സമയത്ത് തീർത്തു കൊടുത്തു. അതിൻ്റെ പ്രൈസ് എങ്ങനെയാണോ തരാമെന്ന് പറഞ്ഞിരുന്നത് അതേപോലെ തരുകയും ചെയ്തു. അതെങ്ങനെയാണ് പറഞ്ഞിരുന്നത്? 25 ലക്ഷത്തിൽ 20 ലക്ഷം ക്യാഷും 5 ലക്ഷം ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയറുമാണ്. പിന്നെ അനിൽ വാസ് പെയ്ഡ് റുപ്പീസ് 9,80,000 ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ്. അനിലിൻ്റെ നിന്ന് കുറച്ച് ക്രെഡിറ്റ് പർച്ചേസസ് ഒക്കെ ഉണ്ടായിരുന്നു. 10 ലക്ഷത്തിൻ്റെയാണ്. അതിന് എത്ര രൂപ കൊടുത്തു? 9,80,000 ഫുൾ സെറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ ഒരു 20,000 രൂപ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ Vikas agreed to take up the shares of the company at a valuation of rupees 4,40,000. വികാസ് പറയാണ് കമ്പനിയിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഷെയർ 4,40,000 രൂപയ്ക്ക് ഞാൻ ഏറ്റെടുക്കാം. സലീൽ took over the remaining material at an agreed value of rupees 70,000. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള മെറ്റീരിയൽ ഞാൻ ഏറ്റെടുക്കാമെന്ന് സലീൽ പറഞ്ഞു. എത്ര രൂപയ്ക്കാണ്? 70,000 രൂപ. Separate books are maintained for joint venture business.
പ്രിപ്പയർ ദ നെസസറി ലെഡ്ജർ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്? സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെത്തേഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആവശ്യമുള്ള ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് വേണം, ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് വേണം, വികാസിൻ്റെ അക്കൗണ്ട് വേണം, സലീലിൻ്റെ അക്കൗണ്ട് വേണം. പിന്നെ അനിൽ, നമുക്ക് 10 ലക്ഷം ഉണ്ട്, അതിൽ 9,80,000 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി 20,000 ഡിസ്കൗണ്ട് ആണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി അനിലിൻ്റെ അക്കൗണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഇക്വിറ്റി ഷെയറിൻ്റെ അക്കൗണ്ട് 5 ലക്ഷം ഷെയർ കിട്ടി, 4,40,000 അത് വികാസ് ഏറ്റെടുക്കുന്നത്. ബാക്കി 60,000 രൂപ നമുക്ക് നഷ്ടമുണ്ട്, അത് ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതും കൂടെ കാണിക്കാൻ വേണ്ടി ഇക്വിറ്റി ഷെയർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. സോ നമ്മൾക്ക് 6 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട്, ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട്, വികാസ് അക്കൗണ്ട്, സലീൽ അക്കൗണ്ട്, ഇക്വിറ്റി ഷെയർസ് അക്കൗണ്ട് ആൻഡ് അനിൽസ് അക്കൗണ്ട്. അപ്പോൾ ആദ്യം ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ട് വരയ്ക്കുക, ജോയിൻറ്റ് ബാങ്ക് അക്കൗണ്ട് വരയ്ക്കുക. ഇനി ജോയിൻറ്റ് വെഞ്ചറിലേക്ക് എഴുതാൻ ആവശ്യമുള്ള 2 അക്കൗണ്ടാണ് ഇക്വിറ്റി ഷെയർ അക്കൗണ്ടും അനിലിൻ്റെ അക്കൗണ്ടും. ഡിസ്കൗണ്ടും ലോസും കണക്കാക്കാൻ വേണ്ടിയാണ്. ഇനി പേഴ്സണൽ അക്കൗണ്ട് നമുക്ക് 2 വേറെ വരയ്ക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾക്ക് ഈ അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിൽ നമ്മൾ എഴുതുന്നത് മെറ്റീരിയലിനുള്ള വേണ്ടി ചിലവ് വന്നത്, പർച്ചേസസ്, വേജസ്, എക്സ്പെൻസ്, അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ഏറ്റവും ആദ്യം എത്ര രൂപയാണ് അവർ മെറ്റീരിയലിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്? അവരാദ്യം ബാങ്ക് അക്കൗണ്ടിലാണ് പേയ്മെന്റ് കൊടുക്കുന്നത് അല്ലേ? 6 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു വികാസ്, അതേപോലെ തന്നെ സലീല് 3 ലക്ഷം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം എഴുതാം ടു വികാസ്, ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിൽ എഴുതാം ടു വികാസ് 6 ലക്ഷം, ടു സലീൽ 3 ലക്ഷം. ദെൻ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ വേറെ എന്താ തന്നിട്ടുള്ളത്? ദേ പർച്ചേസ്ഡ് മെറ്റീരിയൽ ഫോർ 3 ലക്ഷം ഫോർ ക്യാഷ് ആണ്. ക്യാഷ് കൊടുത്തിട്ട് എന്ത് വാങ്ങിച്ചു? മെറ്റീരിയൽ വാങ്ങിച്ചു. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതാം ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക പർച്ചേസസ്, പൈസ കൊടുത്ത് വാങ്ങിച്ചത് എത്ര രൂപയാണ്? 3 ലക്ഷം. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക പർച്ചേസസ് 3 ലക്ഷം. അപ്പൊ അത് ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഇനി അനിലിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യുന്നുണ്ട് 10 ലക്ഷം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം ടു അനിൽ, ബ്രാക്കറ്റിൽ കാണിക്കുക ക്രെഡിറ്റ് പർച്ചേസ് എത്ര രൂപയാണ്? 10 ലക്ഷം. അപ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ ടു അനിൽ എന്ന് വന്നു കഴിഞ്ഞാൽ അനിലിന്റെ അക്കൗണ്ടിൽ ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എത്രയാണ്? 10 ലക്ഷം. ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ 10 ലക്ഷം. അപ്പോൾ മെറ്റീരിയലിന്റെ പർച്ചേസസ് കഴിഞ്ഞു, ക്യാഷ് പർച്ചേസും എഴുതി, നമ്മൾ എന്ത് എഴുതി? ക്രെഡിറ്റ് പർച്ചേസും എഴുതി. ഇനി ഇവിടെ വികാസിന്റെയും സലീലിന്റെ ഒക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് എൻട്രീസ് ആ പേഴ്സണൽ അക്കൗണ്ടിൽ വരും. അത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്ത് വെക്കാത്തത്. ഇനി ടു അനിൽ 10 ലക്ഷം. ഇനി പേയ്മെന്റുകൾ എന്തൊക്കെയാ വന്നിട്ടുള്ളത്? 4,50,000 വേജസ്, 70,000 അതർ എക്സ്പെൻസ്, ഇതെല്ലാം ബാങ്കിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പൊ ജോയിന്റ് വെഞ്ചറിൽ എഴുതുക ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക വേജസ്. വേജസിന് വേണ്ടി എത്ര രൂപയാണ് കൊടുക്കുന്നത്? 4,50,000. കറസ്പോണ്ടിങ് എൻട്രി ഇവിടെ എഴുതുക ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക വേജസ് 4,50,000. ഇനി ഒരു എക്സ്പെൻസ് കൂടി ഉണ്ട്. മറ്റ് എക്സ്പെൻസുകൾക്ക് വേണ്ടി എത്ര രൂപയാണ്? 70,000 രൂപ. അപ്പൊ ഇവിടെ എഴുതുക ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക എക്സ്പെൻസസ് 70,000. ജോയിന്റ് ബാങ്ക് അക്കൗണ്ടില് ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക എക്സ്പെൻസ് 70,000. ഇനി അടുത്ത ട്രാൻസാക്ഷൻ ഏതാന്ന് ക്വസ്റ്റ്യനിൽ നോക്കാം. വികാസ് ആൻഡ് സലീൽ സപ്ലൈഡ് മെറ്റീരിയൽസ് വർത്ത് ₹2,80,000 റെസ്പെക്റ്റീവ്ലി. അവരെന്ത് ചെയ്തിട്ടുണ്ട്?
മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഴുതാം ടു വികാസ്, ബ്രാക്കറ്റിൽ കാണിക്കാം മെറ്റീരിയൽ. ഇതിന്റെ കറസ്പോണ്ടിങ് എൻട്രി അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ വരും. വികാസ് എത്ര രൂപയാണ്? 2 ലക്ഷം. ടു സലീൽ, ബ്രാക്കറ്റിൽ കാണിക്കാം മെറ്റീരിയൽ എത്ര രൂപയാണ്? 80,000. അപ്പൊ സലീലും വികാസും മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ആർക്കിടെക്ചറിന്റെ ഫീസ് ആരാ കൊടുത്തിട്ടുള്ളത്? 10,000 രൂപ വികാസ് ആണ്. അപ്പൊ അത് എഴുതാം ടു വികാസ്, ബ്രാക്കറ്റിൽ കാണിക്കുക ആർക്കിടെക്ചേഴ്സ് ഫീസ് എത്ര രൂപയാണ്? 10,000. പിന്നെ എന്താ ട്രാൻസാക്ഷൻ തന്നിട്ടുള്ളത്? കോൺട്രാക്റ്റ് ഒക്കെ കൃത്യമായി കംപ്ലീറ്റ് ചെയ്തു, നമ്മൾക്ക് പൈസ പറഞ്ഞതുപോലെ കിട്ടി. അപ്പൊ 20 ലക്ഷം ക്യാഷും കിട്ടിയിട്ടുണ്ടാവും, ബാക്കി ഇക്വിറ്റി ഷെയറും. അപ്പൊ ഇവിടെ എഴുതാം ബൈ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് 20 ലക്ഷം കോൺട്രാക്ട് പ്രൈസ് കിട്ടിയത്. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടില് അതിന് കറസ്പോണ്ടിങ് എൻട്രി എഴുതുക ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം കോൺട്രാക്ട് പ്രൈസ് ക്യാഷ് എത്രയാണ്? 20 ലക്ഷം. ഇനി ഒരു 5 ലക്ഷം കോൺട്രാക്ട് പ്രൈസ് എന്താണ്? ഇക്വിറ്റി ഷെയർ ആണ്. അപ്പൊ ഇവിടെ എഴുതാം ബൈ ഇക്വിറ്റി ഷെയർസ് അക്കൗണ്ട് എത്ര രൂപയാണ്? 5 ലക്ഷം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എൻട്രി ഇക്വിറ്റി ഷെയറിൽ എഴുതാം ടു ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്. എത്ര രൂപയാണ് ഇക്വിറ്റി ഷെയറിന് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടില്? എത്ര രൂപയാണ്? 5 ലക്ഷം. ഇത് ആരാ ഏറ്റെടുക്കുന്നത്? വികാസ് ആണ് 4,40,000 ഈ ഷെയർ ഏറ്റെടുക്കുന്നത്. അപ്പൊ ക്രെഡിറ്റ് സൈഡില് ഇക്വിറ്റി ഷെയറിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ബൈ വികാസ് അക്കൗണ്ട് 4,40,000. അപ്പൊ നോക്കൂ, 5 ലക്ഷത്തിന്റെ ഷെയർ ആണ് കോൺട്രാക്ട് പ്രൈസ് ആയി കിട്ടിയത്. അത് 4,40,000 വികാസ് ഏറ്റെടുത്തു. അപ്പൊ അവിടെ ഒരു 60,000 രൂപ നഷ്ടമുണ്ട്. അത് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലേക്ക്. അപ്പൊ ഇക്വിറ്റി ഷെയറിന്റെ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ എമൗണ്ട് 5 ലക്ഷം. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് 60,000. അതിന്റെ നേർക്ക് എഴുതാം നമ്മൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിലേക്ക് ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക ലോസ്. നമ്മൾക്ക് നഷ്ടമാണ് ഇക്വിറ്റി ഷെയറിന്റെ ട്രാൻസാക്ഷനിൽ ഉണ്ടായ നഷ്ടം. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ 5 ലക്ഷം രൂപ ഇക്വിറ്റി ഷെയർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ നഷ്ടം നമ്മൾക്ക് എത്ര രൂപ വന്നു? 60,000. അപ്പൊ ഡെബിറ്റ് സൈഡിൽ എഴുതാം ടു ഇക്വിറ്റി ഷെയർസ്, ബ്രാക്കറ്റിൽ കാണിക്കുക ലോസ് 60,000 രൂപ. 5 ലക്ഷം രൂപയുള്ള ഇക്വിറ്റി ഷെയർ 4,40 കൊടുത്തപ്പോൾ വന്നിട്ടുള്ള നഷ്ടം. ഇനി അനിലിന്റെ അക്കൗണ്ട് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യണത് എന്ന് നോക്കണം. അനിലിന് ദ കോൺട്രാക്ട് വാസ് ഡ്യൂലി കംപ്ലീറ്റഡ് ആൻഡ് പ്രൈസ് റിസീവ്ഡ്. അനിൽ വാസ് പെയ്ഡ് ₹9,80,000 ഇൻ ഫുൾ സെറ്റിൽമെന്റ്. 10 ലക്ഷമാണ് കൊടുക്കാനുള്ളത്. ആ 10 ലക്ഷം കൊടുക്കാനുള്ളതിലേക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 9,80,000 ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് 9,80,000. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിൽ എഴുതുക ബൈ അനിൽസ് അക്കൗണ്ട്. അനിലിന് എത്ര രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്? 9,80,000. അപ്പൊ അവിടെയും നമ്മൾക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 20,000. 10 ലക്ഷമായിരുന്നു കൊടുക്കേണ്ടത്. അപ്പൊ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക 10 ലക്ഷം. ഡെബിറ്റ് സൈഡിൽ വരുന്ന 20,000ന്റെ നേർക്ക് എഴുതുക ടു എവിടേക്കാ നമ്മൾ ലാഭവും നഷ്ടവും ഒക്കെ ആണെങ്കിൽ എവിടേക്കാ ട്രാൻസ്ഫർ ചെയ്യുക? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക ഡിസ്കൗണ്ട്. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടില് നമ്മൾ ബൈ അനിൽ എത്ര എഴുതിയത്? 9,80,000. അതിൽ നിന്നുള്ള കിട്ടിയ ഡിസ്കൗണ്ട് നമ്മൾ ജോയിന്റ് വെഞ്ചറിൽ എഴുതുക ബൈ അനിൽസ് അക്കൗണ്ട്, ബ്രാക്കറ്റിൽ കാണിക്കുക ഡിസ്കൗണ്ട്. എത്ര രൂപയാണ്? 20,000. അപ്പൊ ട്രാൻസാക്ഷൻസ് ഒക്കെ എഴുതി. ഇനി ഒരു
ഇതും കൂടെ എഴുതാനുള്ളൂ. ലാസ്റ്റിലൊരു സെന്റൻസിലുണ്ട്, സലിൽ ടുക്ക് ഓവർ റിമൈനിങ് മെറ്റീരിയൽ അറ്റ് ആൻ അഗ്രീഡ് വാല്യൂ ഓഫ് ₹70,000. 70,000 രൂപയുടെ മെറ്റീരിയൽ ആരെടുത്തു? സലിൽ. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിൽ എഴുതാ ബൈ സലിൽസ് അക്കൗണ്ട്. ബ്രാക്കറ്റിൽ എഴുതാ സ്റ്റോക്ക് ടേക്കൺ ഓവർ. എത്ര എമൗണ്ട്? 70,000. അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് നോക്കണം. പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അത് ആർക്ക് അയച്ചു കൊടുക്കണം? നമ്മുടെ കോ വെഞ്ചറേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 25,90,000. 25,90,000. അപ്പൊ ഡെബിറ്റിൽ എത്രയാ ബാലൻസ് വരുന്നത്? 4,20,000. അത് 2:1 എന്ന് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ടു പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ആദ്യം വികാസ്. വികാസിന് ബ്രാക്കറ്റിൽ കാണിക്കുക 4,20,000 ഇൻറ്റു 2/3. അപ്പൊ എത്രയാ വരിക? 2,80,000. സലീലിന് ബ്രാക്കറ്റില് 4,20,000 ഇൻറ്റു 1/3. അപ്പൊ എത്രയാ കിട്ടുന്നത്? 1,40,000. അങ്ങനെ 4,20,000 രൂപ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി അടുത്ത അക്കൗണ്ട് ഏതാ ഉള്ളത്? ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് ആണ്. ജോയിന്റ് ബാങ്ക് അക്കൗണ്ടില് ക്രെഡിറ്റില് മെറ്റീരിയലിന്റെ എമൗണ്ട്, വേജസ്, അതേപോലെ തന്നെ എക്സ്പെൻസ്, ക്രെഡിറ്റർക്ക് കൊടുത്തത്. ഡെബിറ്റിൽ ഏതൊക്കെയാ? വികാസ്, സലിൽ, പിന്നെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടിന്റെ, അതായത് ആ 20 ലക്ഷം രൂപ കിട്ടിയതും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സണൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. സലിലിന്റെയും വികാസിന്റെയും പേഴ്സണൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് എന്ന് കിട്ടും. ഇപ്പൊ ബാങ്ക് ബാലൻസിന് നമ്മൾക്ക് എത്ര രൂപ, ഇവർക്ക് വികാസിന് എത്ര കൊടുക്കണം, സലിലിന് എത്ര കൊടുക്കണം എന്നറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? അവരുടെ പേഴ്സണൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾക്ക് ഈ ഡിസ്കൗണ്ടിന്റെ ഈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് മായ്ച്ചിട്ട് എന്ത് ചെയ്യാം? അവിടെ സലിലിന്റെയും വികാസിന്റെയും പേഴ്സണൽ അക്കൗണ്ട് പ്രിപ്പയർ. അവരുടെ ആ പ്രോഫിറ്റ് ഷെയറിംഗ് ഓർമ്മ വേണം. വികാസിന് 2,80,000, സലിലിന് 1,40,000. വികാസ് അക്കൗണ്ട്, സലിൽസ് അക്കൗണ്ട്. വികാസിന്റെയും സലിലിന്റെയും പേഴ്സണൽ അക്കൗണ്ട് നമ്മൾക്ക് കറസ്പോണ്ടിങ് എൻട്രീസ് ഇങ്ങനെ. ഇപ്പൊ ഇവിടെ 2 വികാസ് വന്നാൽ ഇപ്പുറത്ത് ബൈ ജോയിന്റ് വെഞ്ചർ അങ്ങനെ എടുത്ത് പോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ വികാസിന്റെ അക്കൗണ്ടിൽ വരുന്നത് ആദ്യം ബൈ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. ഡെപ്പോസിറ്റ് ചെയ്യുന്നതില്ലേ? 2 വികാസ് ആൻഡ് 2 സലിൽ. അതിലത്തെ ആ 2 വികാസ് എന്നുള്ള എമൗണ്ട് 6 ലക്ഷം. അതിന് കറസ്പോണ്ടിങ് ആയത് സലിലിന്റെ ബുക്കിൽ എത്രയാണ്? 3 ലക്ഷം. അപ്പൊ ഇവിടെ എഴുതാ സലീലിന്റെ അക്കൗണ്ടില് ബൈ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് 3 ലക്ഷം. ദെൻ വികാസിന് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അവിടെ മെറ്റീരിയൽ എത്ര രൂപയുടെ? നമ്മുടെ ജോയിന്റ് വെഞ്ചറിലൊക്കെ ഉണ്ട്. എത്ര രൂപയുടെ മെറ്റീരിയലാ സപ്ലൈ ചെയ്തിട്ടുള്ളത്? 3 ലക്ഷം. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് എൻട്രി എഴുതാം ബൈ ജോയിന്റ് വെഞ്ചർ. വികാസിന്റെ അക്കൗണ്ടില് ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബ്രാക്കറ്റിൽ കാണിക്കുക മെറ്റീരിയൽ എത്ര രൂപയാണ്? 2 ലക്ഷം. അതേപോലെ ആർക്കിടെക്ചറിന്റെ ഫീസ് കൊടുക്കുന്നുണ്ട് 10,000. അപ്പൊ അതും എഴുതാം ബൈ ജോയിന്റ് വെഞ്ചർ ബ്രാക്കറ്റിലെ ആർക്കിടെക്ചർ ഫീസ് 10,000. ദെൻ അതേപോലെ തന്നെ
ഇക്വിറ്റി ഷെയർ ഏറ്റെടുക്കുന്നുണ്ട് 4,40,000. അപ്പൊ ഇവിടെ എഴുതാ ടു ഇക്വിറ്റി ഷെയർ. കറസ്പോണ്ടിങ് എൻട്രി ഇവിടെ ഉണ്ട് കേട്ടോ. ഇക്വിറ്റി ഷെയറിന്റെ അക്കൗണ്ടിൽ ബൈ വികാസ് അക്കൗണ്ട് എന്നുണ്ട്. ഇതാണ് നമ്മൾ ഇതിന്റെ ഡബിൾ എൻട്രി കംപ്ലീറ്റ് ചെയ്യാണ്. ഇവിടെ ടു ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് എത്രയാണ്? 4,40,000. പിന്നെ അദ്ദേഹത്തിന് പ്രോഫിറ്റ് ലഭിക്കുന്നുണ്ട്. എത്ര രൂപയുടെ പ്രോഫിറ്റാ കിട്ടുന്നത്? 2,80,000. അപ്പൊ അതും കൂടെ എഴുതാം. ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബ്രാക്കറ്റിൽ എഴുതാം പ്രോഫിറ്റ് ഷെയർ അല്ലെങ്കിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് 2,80,000. ഇനി അദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്രയാണോ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 10,90,000 ആണ്. ബാലൻസ് 4,40 കുറച്ചാൽ 6,50,000. അതിന്റെ നേർക്ക് എഴുതാ ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് 6,50,000. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിൽ എഴുതാം ബൈ വികാസ് അക്കൗണ്ട്. എത്ര രൂപയാണ്? 6,50,000. ഇനി സലീലിന്റെ അക്കൗണ്ടും അതേപോലെ നമ്മൾക്ക് ക്ലോസ് ചെയ്യാം. ബൈ ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് 3 ലക്ഷം. പിന്നെ ഒരു മെറ്റീരിയൽ ഏറ്റെടുക്കുന്നുണ്ട് ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബ്രാക്കറ്റിൽ കാണിക്കുക മെറ്റീരിയൽ 80,000. പിന്നെ ടു ജോയിന്റ് വെഞ്ചർ ലാസ്റ്റ് അൺസോൾഡ് സ്റ്റോക്കിന്റെ എത്രയാണ്? 70,000. 70,000 രൂപയുടെ സ്റ്റോക്ക് സലീലാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഡെബിറ്റ് സൈഡില് ടു ജോയിന്റ് വെഞ്ചർ 70,000. ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ബൈ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് ബ്രാക്കറ്റിൽ കാണിക്കുക ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്ര രൂപയാണ്? 1,40,000. അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യാം. ടോട്ടല് 5,20,000. ബാലൻസ് 4,50,000. ആ ബാലൻസിന്റെ നേർക്ക് എഴുതുക ടു ജോയിന്റ് ബാങ്ക് അക്കൗണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബാലൻസിങ് ഫിഗർ എന്ന് ബ്രാക്കറ്റിൽ കാണിക്കാം. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിൽ എഴുതാം ബൈ സലിൽ. എത്ര രൂപയാണ്? 4,50,000. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിന്റെ ക്രെഡിറ്റില് ഫൈനൽ സെറ്റിൽമെന്റും കൂടെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിൽ ഓരോ പാർട്ട്ണർക്കും നമ്മൾ നൽകിയിട്ടുള്ള സെറ്റിൽമെന്റ് ഷെയർസ് കിട്ടിയത്. അപ്പൊ ഏതൊക്കെയാ വന്നത്? മെറ്റീരിയലിന്റെ വന്നു, വേജസിന്റെ വന്നു, എക്സ്പെൻസ് വന്നു, ക്രെഡിറ്റർക്കുള്ള പേയ്മെന്റ് വന്നു, വികാസിനുള്ളത്, സലീലിനുള്ളത്. രണ്ട് സൈഡും ആഡ് ചെയ്ത് നോക്കാം. എത്ര വരുന്നത്? 29 ലക്ഷം. അപ്പൊ ജോയിന്റ് വെഞ്ചർ ആ വെഞ്ചർ പീരിയഡ് കഴിയുമ്പോൾ നമ്മുടെ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടിൽ എന്തുണ്ടാവില്ല? ബാലൻസ് ഉണ്ടാവില്ല. കാരണം അതിലുള്ള ബാലൻസ് ആണ് നമ്മുടെ കോ വെഞ്ചറേഴ്സിനുള്ള ഷെയർ ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ ലാസ്റ്റിൽ ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്, അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ്. അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് നിങ്ങൾ എത്രയോ കാലമായിട്ട് കേൾക്കുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ, സാധാരണ ഷെയർ നമ്മൾ ആർക്കാ ഇഷ്യൂ ചെയ്യുന്നത്? ജനറൽ പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവരത് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുമ്പോൾ ഫുൾ ഷെയർസ് ചിലപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തെടുക്കില്ല, പൊതുജനങ്ങൾ വാങ്ങിക്കില്ല. അപ്പോൾ കുറച്ച് ഷെയർ ബാക്കി വരില്ലേ? അപ്പോൾ ദ ഷെയർസ് റിമൈനിങ് അൺസോൾഡ് അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ്ഡ്, നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്ത് വേണമെങ്കിൽ പറയാം. നമ്മൾക്ക് ആ സബ്സ്ക്രൈബ് ചെയ്യപ്പെടാതെ ബാക്കി വരുന്ന ഷെയർസിനെ ജോയിന്റ് വെഞ്ചറേഴ്സ് ഏറ്റെടുക്കും. അങ്ങനത്തെ ഷെയർസ് വാങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. വി ആർ ടേക്കിംഗ് ദ അൺസബ്സ്ക്രൈബ്ഡ് ഷെയർസ് ഓഫ് എ കമ്പനി. എന്നിട്ട് നമ്മൾ ആ ഷെയറിനെ എന്താ ചെയ്യുക? പിന്നീട് മാർക്കറ്റിൽ ഡിമാൻഡ് വരുന്ന സമയത്ത് നമ്മൾ ഈ ഷെയർ പൊതുജനങ്ങൾക്ക് വിൽക്കും.
അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ ജങ്ചറിൽ പൊതുജനങ്ങൾ ഷെയർ വാങ്ങേണ്ടത് വാങ്ങാതിരിക്കുമ്പോൾ കമ്പനിക്ക് അത് ബുദ്ധിമുട്ടാണ്, ക്യാഷ് റേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആ ഒരു സന്ദർഭത്തിൽ കമ്പനിയെ സഹായിക്കല്ലേ അണ്ടർ റൈറ്റിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് എന്ത് തരും? ഒരു കമ്മീഷൻ തരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആ പേയ്മെൻറ്റ് നമ്മുടെ കമ്പനി ചിലപ്പോൾ ക്യാഷ് ആയിട്ട് തരും, അല്ലെങ്കിൽ നമ്മൾക്ക് ഷെയർ ആയിട്ട് തരും. എങ്ങനെ വേണമെങ്കിൽ അവർക്ക് ആ പ്രൈസ്, അതായത് നമ്മുടെ കമ്മീഷൻ പ്രൈസ് പേയ്മെൻറ്റ് നടത്താം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ജോയിൻറ്റ് വെഞ്ചർ തുടങ്ങുകയാണെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യേണ്ടത്? അതാണ് ലാസ്റ്റ് ഇല്ലുസ്ട്രേഷൻ. ഇല്ലുസ്ട്രേഷൻ 7 കൊടുത്തിട്ടുണ്ട്. A and B enter into a joint venture to guarantee the subscription at par of 1 lakh shares of ₹10 each of a limited company. അപ്പോൾ സാധാരണ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പോലെ തന്നെ അതിൽ കുറച്ച് ഷെയർ പബ്ലിക് വാങ്ങിക്കും, വാങ്ങിക്കാത്ത ഷെയർ നമ്മൾ വാങ്ങിക്കും. അപ്പോൾ അതിന് നമ്മൾക്ക് എന്ത് കിട്ടും? കമ്മീഷനൊക്കെ കിട്ടും. അതിൻ്റെ വർക്കിംഗ് നോട്ടും അതിൽ തന്നിട്ടുണ്ട്, നിങ്ങളത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ജോയിൻറ്റ് വെഞ്ചറുമായി സഹകരിക്കുന്ന കോ വെഞ്ചറേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ടും നമ്മുടെ ജോയിൻറ്റ് വെഞ്ചറിൻ്റെ ലാഭമോ നഷ്ടമോ കാണാൻ വേണ്ടി ഉള്ള ജോയിൻറ്റ് വെഞ്ചർ അക്കൗണ്ടുമാണ്. ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or more venturers cooperate for a particular project വിത്തൗട്ട് എ സെപ്പറേറ്റ് നെയിം. പ്രത്യേകിച്ച് ഒരു പേര് പോലും ഉണ്ടാവില്ല, പക്ഷേ 2 അതിലധികമോ പേര് ചേർന്ന് സഹകരിച്ച് ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിൻറ്റ് വെഞ്ചർ. അതിൻ്റെ പ്രോഫിറ്റോ ലോസോ ഈക്വലി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എഗ്രീഡ് റേഷ്യോ പ്രകാരം ഷെയർ ചെയ്യാം. അത്രയുമാണ് യൂണിറ്റ് 17 നമ്മൾക്ക് പഠിക്കാനുള്ളത്.